അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇന്നോളമുള്ള കേരള മുസ്ലിം ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്, ഏറ്റവും വലിയ ശൈത്താനിയത്താണ് CM മടവൂർ എന്ന വ്യക്തി. 35 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഈ വ്യക്തിയെക്കുറിച്ച് കൊടിയ ശിർക്കും കൊടിയ കുഫറും നിറഞ്ഞ വിശ്വാസമാണ് ഒരു വിഭാഗം ആളുകൾ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ CM മടവൂർ എന്ന മാനസിക രോഗി കേവലം ഒരു വലിയ എന്ന പ്രചാരണത്തിനപ്പുറം അയാൾ അള്ളാഹുവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ വൃത്തികെട്ട അനുയായികൾ എത്തിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. എത്രത്തോളം എന്നാൽ ഈ CM മടവൂർ പടച്ചോനാണ് എന്ന് പറഞ്ഞ് പാട്ടുപാടുന്ന രീതിയിലേക്ക് വരെ ഒരു വിഭാഗം ശൈത്താന്മാർ എത്തി എന്നത് നാം എല്ലാവരും കണ്ടതാണ്. ഇയാൾ ഒരു കേവലം വലിയ മാത്രമല്ല, കുതുബുൽ ആലമാണ്, മുദബ്ബിറുൽ ആലമാണ്. ഇയാൾ ഒരു സെക്കൻഡ് കണ്ണടച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. ഇയാളൊന്ന് കണ്ണടച്ചാൽ വിമാനം കൂട്ടിമുട്ടും എന്നൊക്കെയാണ് ഈ കൗമ് ഏറ്റവും ഒടുവിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പിഴച്ച കുഫറിൻ്റെ വാദങ്ങൾ, ഷിർക്കിൻ്റെ വാദങ്ങൾ പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഊരുതണ്ടി നടക്കുന്ന ഒരു സംരംഭമാണ് മടവൂർ കാഫില എന്ന ചാനലും അതിന് നേതൃത്വം കൊടുക്കുന്ന സിറാജുദ്ദീൻ ലത്തീഫി എന്ന ഒരു ദജ്ജാലും. അവൻ്റെ കാര്യമായിട്ടുള്ള പണി തന്നെ ഇതാണ്. പഴയ കാലത്ത് തമിഴന്മാർ വീട് വീടാന്തരം കയറി അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ കറാമത്ത് പറയാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ക്യാമറയും തൂക്കി ഊരുതണ്ടി നടക്കലാണ് ഈ മനുഷ്യന്റെ പരിപാടി. അവനാണ് ഈ ശൈത്താനിയത്തിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവന് ഇതിൻ്റെ പേരിലുള്ള ലാഭം? അത് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്. ഏതായാലും ആദ്യം തന്നെ ഈ മടവൂരിനെ കുറിച്ച്, മടവൂരിന്റെ ബന്ധു കൂടിയായ ഒരു മനുഷ്യൻ ഈ മടവൂർ കാഫിലക്ക് മുമ്പിൽ വന്നിരുന്ന് പുലമ്പുന്നത് കാണുക. ഇന്നൊരു വർഷം കോഴിക്കോട്ട് പോയപ്പോൾ റഷീദ്, ഞാനെങ്ങാനും ഒന്ന് ഉറങ്ങിപ്പോയാൽ ഇവിടെ വിമാനം കൂട്ടിമുട്ടും. നിങ്ങളുടെ ഡയറക്റ്റ് പറഞ്ഞ കാര്യം ഇത് ഞാൻ പലയിടത്തുനിന്നും വകതിലും അതുപോലെ തന്നെ പുസ്തകത്തിലും വായിച്ചു. ഇത് ഡയറക്റ്റ് ഇങ്ങോട്ടാണ് പറയുന്നത്. മാഷാ അല്ലാഹ്, അത് പറയും. ഞാനെങ്ങാനും ഒന്ന് ഉറങ്ങിപ്പോയാൽ ഇവിടെ വിമാനം കൂട്ടിമുട്ടും, തീവണ്ടി കൂട്ടിമുട്ടും, ബസ് കൂട്ടിമുട്ടും എന്നൊക്കെ പറയും. വീട്ടിൽ നിന്ന്. അതുപോലെ തന്നെ വേറെ പ്രാവശ്യം ഞാൻ പോയപ്പോൾ പറഞ്ഞു, റഷീദ് എന്നെ കാണണമായെങ്കിൽ ചിലപ്പോൾ വിമാനം കയറി വരേണ്ടി വരും കേട്ടോ എന്നുള്ളത് എന്നോട്. ഈ ചങ്ങായി മടവൂരിന്റെ ബന്ധുവായ മറ്റൊരു ദുരന്താണ്. അപ്പൊ എന്താ ഇയാൾ പറഞ്ഞത്? ഇയാളോട് മടവൂർ പറഞ്ഞു എത്രേ, റഷീദ്, ഞാനെങ്ങാനും കണ്ണടച്ചു കഴിഞ്ഞാൽ വിമാനം കൂട്ടിമുട്ടും, തീവണ്ടി കൂട്ടിമുട്ടും, അപകടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞത്രേ. അതായത് അള്ളാഹു എടുക്കുന്ന പണിയൊക്കെ മടവൂരാണ് എടുക്കുന്നത്, അതതിൻ്റെ അർത്ഥം. അത് കേട്ടപ്പോൾ മടവൂർ കാഫിലിന്റെ മൈൻഡ് മാഷാ അല്ലാഹ്, എന്താ അവൻ്റെ തീർപ്പതി എന്നറിയോ? അപ്പൊ ഈ വക ഏറ്റവും കൂടുതൽ കുഫറും ഏറ്റവും കൂടുതൽ പിഴച്ച വാദങ്ങളും ഏറ്റവും കൂടുതൽ മുർത്തദ്ദാകുന്ന വാദങ്ങളും ആരാണോ പറയേണ്ടത് ആ പറയുന്ന ആൾക്കാരെ മുമ്പ് എനിക്ക് വർത്താനുണ്ട്, തലങ്ങനെ ആട്ടിയിട്ട് ഓ മാഷാ അല്ലാഹ്. അപ്പൊ ലോകത്ത് ഇക്കണ്ട വിമാന അപകടങ്ങളും തീവണ്ടി അപകടങ്ങളും ബസ് അപകടങ്ങളും എല്ലാ അപകടങ്ങളും ഉണ്ടായത് എന്താ കാര്യം? മടവൂരപ്പ യാദൃശികാര് കണ്ണടച്ചിട്ടുണ്ടാവും, അപ്പം ഉണ്ടായതായിരിക്കും. പിന്നെ മാത്രമല്ല വേറൊന്നും കൂടി പറഞ്ഞു, റഷീദ്, എന്നെ കാണണമെങ്കിൽ ചിലപ്പോൾ വിമാനം കയറി വരേണ്ടി വരും. അതെന്തിനാടോ കേരളത്തിലെ ആൾക്കാർക്ക് മടവൂരിനെ കാണാൻ വിമാനം കയറി വരണ്ട്? ഇനി കേരളത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഇതുപോലത്തെ അങ്ങനെ പിരാന്തുടിച്ച ഖുറാഫികൾക്ക് മടവൂരിനെ കാണാൻ വിമാനം കയറി വരേണ്ടി വരും. അത് മടവൂരിന്റെ മാത്രം പ്രത്യേകത. ഇപ്പൊ അമേരിക്കയുള്ള ഒരാൾക്ക് എന്നെ കാണണം തോന്നി, എന്നെ കാണണമെങ്കിൽ വിമാനം കയറി വരേണ്ടി വരും, അല്ലാതെ ഇലക്ട്രിക് കമ്പിയുമ്പോൾ തൂങ്ങി പിടിച്ച് വരാൻ പറ്റുമോ? ഇതൊക്കെയാണ് വലിയ കറാമത്ത്. എന്നെ കാണണമെങ്കിൽ വിമാനം കയറി വരേണ്ടി വരും മടവൂർ പറഞ്ഞത്രേ. അപ്പൊ സുഹൃത്തുക്കളെ, മടവൂരൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ വിമാനം കൂട്ടിമുട്ടും. അള്ള എടുക്കണ പണി മടവൂരാണ് പെടുത്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ മൊത്തം നിയന്ത്രണം മടവൂരിന്റെ കയ്യിലാണ്. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ മടവൂരിനെ കുറിച്ച് ഇത്രത്തോളം ഗൗരവത്തിൽ പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, കേരള മുസ്ലിം ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം, ഏറ്റവും വലിയ ശൈത്താനിയത്താണ് ഈ ചങ്ങായി. എത്രത്തോളം പിഴച്ച വിശ്വാസങ്ങളാണ് മടവൂരിന്റെ പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകരുടെ റബ്ബായ അള്ളാഹുവിനെ വിട്ട് ആ അള്ളാഹുവിൽ നിന്നും ജനങ്ങളെ അകറ്റി പടുഭ്രാന്തനായി നടന്നിരുന്ന ഒരു മാനസിക രോഗിയുടെ മുമ്പിലേക്ക് ജനങ്ങളെ കൂട്ടം കൂട്ടമായി എത്തിക്കാൻ വേണ്ടി ഈ പുരോഹിത പിശാചുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭ്രാന്തൻ ജൽപ്പനങ്ങളാണത്. കഴിഞ്ഞിട്ടില്ല. ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾ ഒരു ഇസ്ലാമിക രാജ്യത്താണ്. ഇവന്റെ തല വെട്ടും. കേട്ടോളി, അടുത്ത മൊല്ല പറട്ടെ. കായംകുളം ഭാഗത്തു നിന്നുള്ള ഏതോ ഒരാള് ക്യാൻസർ രോഗിയായിട്ട് വായിലൊക്കെ പുഴു നിറഞ്ഞ് നാവിൻ്റെ ഭാഗങ്ങൾ പലതും പുഴു തിന്ന് ദ്രവിച്ച് ആ അവസ്ഥയിൽ
മഹാനവറുടെ അടുക്കൽ വന്നു. ഈ വിഷയം പറഞ്ഞപ്പോൾ ഈ രോഗം ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഴ്ച കൊണ്ട് ആ മുറിയൊക്കെ ഭേദമായി. ഏതാനും ദിവസങ്ങൾ, ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്ക് പഴയ രീതിയിൽ തന്നെ ആവുകയും പൂർണ്ണമായി സുഖമാവുകയും ചെയ്തു എന്നാണ്. അതുപോലെ വേറെ ഒരു രോഗി ദുആ ചെയ്യാൻ വേണ്ടി വന്നു. മൂപ്പരോട് പരാതി പറഞ്ഞപ്പോൾ നിന്റെ രോഗം അള്ളാഹു ശിഫയാക്കും എന്ന് മറുപടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രോഗം മാറിയതുമില്ല, മരിക്കോളം ആ രോഗിയായിട്ട് തന്നെ കഴിഞ്ഞു. കേട്ടില്ലേ സുഹൃത്തുക്കളെ, എന്താണ് ഈ പടുകളവ മുസ്ലിയാർ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? ഇയാൾക്ക് പ്രായം എത്രയായി? ഒരു മനുഷ്യന്റെ ശരാശരി ആയുസിന്റെ കണക്ക് പ്രകാരം ഇയാൾക്ക് ഇനി എത്ര കാലം ഉണ്ടാകും? ഈ അവസാന കാലത്ത് ഈ കുഫറിന്റെ വാദം പറഞ്ഞിട്ട് മരിച്ചു പോണോ? ഇതൊക്കെ ചിന്തിക്കാളെ തലച്ചോറി ചങ്ങായിക്കില്ലേ? എന്താ അയാൾ പറയണത്? കായംകുളത്തുള്ള ഒരു പടു ഖുറാഫി, അയാളെ വായിൽ ക്യാൻസർ വന്ന് ഇങ്ങനെ പൊഴുത്തിട്ട് ഇങ്ങനെ പൊയ്ക്കൾ ഇങ്ങനെ കൊയ്ഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഹോസ്പിറ്റലും ചികിത്സയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നേരെ വന്നു പിരാന്തം മടവൂരിന്റെ അടുത്തേക്ക്. ആ മടവൂർ എന്ത് പറഞ്ഞു? നിന്റെ അസുഖം ഞാൻ മാറ്റിയിരിക്കുന്നു. ലോകത്ത് ഇന്ന് വരെയും ഒരു വലിയും ഒരു സത്യവിശ്വാസിയും ഒരു പ്രവാചകനും പറയാത്ത കാര്യം, നിന്റെ അസുഖം ഞാൻ മാറ്റിയിരിക്കുന്നു. അതോടുകൂടി ഒരാഴ്ച കൊണ്ട് അയാളെ ക്യാൻസർ പമ്പ കടന്നു. വേറെ ഒരുത്തം വന്നിട്ട് അസുഖം പറഞ്ഞപ്പോൾ മടവൂര് പറഞ്ഞ് നിന്റെ അസുഖം അള്ളാഹു സുഖപ്പെടുത്തട്ടെ. അയാളെ അസുഖം മരണം വരെ മാറിയതുമില്ല. ഈ കഥ പറയുന്നതിലൂടെ ഈ പ്രായമായ ഈ കിളവൻ ഖുറാഫി പുരോഹിതൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? മറ്റോനെ ഏതായാലും തലക്ക് വെളിവില്ല, ഓൻ പൈസ ഉണ്ടാക്കാൻ നടക്കണം, ഞാൻ വരുന്നുണ്ട്, ഓൻ എന്താ ഗുണം എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിനോട് പറഞ്ഞാൽ പ്രയോജനമില്ല എന്നും ഈ മടവൂരിനെ പോലെയുള്ള മാനസിക രോഗികളുടെ മുമ്പിൽ പോയാൽ ഏത് കാര്യത്തിനും സഡൻലി ആക്ഷൻ ഉണ്ടാകുമെന്നും പ്രയോജനമുണ്ടാകുമെന്നുമാണ് ഈ പുരോഹിതന്മാർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശൈത്താന്മാരല്ലേ ഇവര്? ഈ കാലഘട്ടത്തിലെ ദജ്ജാലുകൾ ഇവരല്ലെങ്കിൽ പിന്നെ ആരാണോ? തലീകെട്ടും കെട്ടി പ്രായത്രയായി, ഇതൊന്നും പറയാൻ പാടില്ല എന്ന് 5 വയസ്സുള്ള 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്കറിയില്ലേ? ഇയാൾ ഉസ്താദാണ്, മുസ്ലിയാരാണ് ഇയാള്, ഹമാക്കത്ത് പിടിച്ച കാക്ക. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്നും ജനങ്ങളെ അകറ്റി ഈ മടവൂരിനെ പോലെയുള്ള മാനസിക രോഗികളുടെ താവളത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുന്ന പിശാചിന്റെ പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മടവൂരെന്നെ പിശാച് ബാധിച്ച ആളാണല്ലോ. മടവൂര് ശൈത്താൻ ബാധയേറ്റ് ഭ്രാന്തായ ഒരാളാണ്. മടവൂരിന്റെ ശരീരത്തിലുള്ളത് ചേക്കുട്ടിയും കരിങ്കുട്ടിയും അങ്ങനെ കുട്ടി ശൈത്താന്മാരൊന്നുമല്ല, വലിയ ശൈത്താനായ ഇഫിരീത്ത് തന്നെയാണ് മടവൂരിന്റെ ശരീരത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ കൗമിനെ ഇത്രത്തോളം പിഴപ്പിക്കാൻ ഈ മടവൂരിന്റെ പേരിൽ നടക്കുന്ന ആളുകൾക്ക് സാധിച്ചത്. ഇതിന് 1ഉം 2ഉം 10ഉം 100ഉം തെളിവൊന്നല്ല നമ്മുടെ കയ്യിലുള്ളത്. ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായിട്ട് വരും. അപ്പൊ സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന് മുകളിലാണ് മടവൂർ. അള്ളാഹിനോടൊരു കാര്യം ചോദിച്ചാൽ കിട്ടൂല, മടവൂരിനോട് ചോദിച്ചാൽ ഉടനെ കിട്ടും. മടവൂർ അറിയാതെ ഇവിടെ ഇല പോലും ചലിക്കില്ല. മടവൂർ കണ്ണടച്ചാൽ അപകടങ്ങൾ ഉണ്ടാകും, പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് താറുമാറാകും. കഴിഞ്ഞില്ല, ഇതിലും വലിയ അപകടം പിടിച്ച വാദങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഇബാദത്തിന് പ്രതിഫലം കൊടുക്കാനും ആ ഇബാദത്ത് സ്വീകരിക്കാനും ആർക്കാണോ അധികാരം? പുരോഹിത മുല്ലമാരെ, അള്ളാഹുവിനാണ്. ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും മടവൂരിനാണ്. കേട്ടോളി. മഹാനരായ സിയം വലിയുള്ളാഹി തങ്ങള് ജീവിതകാലത്ത് ഒരു ക്യാൻസർ ഉള്ള രോഗി ചെന്ന് പറയുകയാണ്, ഉസ്താദേ എന്റെ മകന് ക്യാൻസറാണ്. സിഎമ്മിന്റെ മറുപടി, നിന്റെ ക്യാൻസർ ഞാൻ മാറ്റി, നിന്റെ രോഗം ഞാൻ മാറ്റി, നിന്റെ നിസ്കാരം ഞാൻ സ്വീകരിച്ചു, നിന്റെ കേസ് ഞാൻ വിട്ടു. കേട്ടില്ലേ? ഇനി ഇതിലും വലിയ പിഴച്ച വാദങ്ങൾ പറയാൻ ബാക്കി എന്താണോ നിങ്ങള്? മടവൂരിനോട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ രോഗം ഞാൻ മാറ്റി, നിന്റെ ക്യാൻസർ ഞാൻ സുഖപ്പെടുത്തി, നിന്റെ നിസ്കാരം ഞാൻ സ്വീകരിച്ചു. ആരോടോ നിസ്കാരം സ്വീകരിക്കാൻ മടവൂര്? അല്ലേ? മടവൂര് അനല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞല്ലോ. അത് വിവാദമായപ്പോ നിങ്ങൾ കുറച്ച് ട്രപ്പീസ് കളിച്ചല്ലോ. അതൊന്നും സാധാരണ പറഞ്ഞ വർത്താനല്ല, മഹാന്മാർ പറഞ്ഞ വർത്താനങ്ങൾക്കൊക്കെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട്. അതൊന്നും സാധാരണക്കാർക്ക് തിരിയില്ല. അനല്ലാന്ന് പറഞ്ഞാൽ ഞാൻ അള്ളയാണ് എന്നല്ല അതിന്റെ അർത്ഥം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതെന്താണോ ഇതിന്റെ അർത്ഥം? നിന്റെ നിസ്കാരം ഞാൻ സ്വീകരിച്ച്, ഒരാളെ ഇബാദത്ത് സ്വീകരിക്കാൻ അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കാണോ അധികാരം? അതിന് പ്രതിഫലം കൊടുക്കാൻ ആർക്കാണോ അധികാരം? ഈ മാനസിക രോഗിയായ ഈ പിരാന്തം മടവൂരിനോ? ആരാടോ നിങ്ങളൊക്കെ? നിങ്ങളൊക്കെ ഏത് ദീനാണോ? ഏത് ഷെയ്ത്താന്റെ ദീനാണ്? ഏത് ജൂതന്റെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിയിട്ടാണോ നിങ്ങൾ ഈ സമുദായത്തിനെ പഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ നിസ്കാരം ഞാൻ സ്വീകരിച്ചു. ആര്? ഒരു വക്ത് നിസ്കരിക്കാത്ത ഈ ഭ്രാന്തൻ, ഈ മാനസിക രോഗി, ഇയാൾ നിസ്കരിക്കലുണ്ടായിരുന്നോ? ഇയാളെ കുറിച്ച് ആ കാലത്തുണ്ടായിരുന്ന വ്യാപകമായ ആക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു. ആരാക്ഷേപിച്ചു? ആ കാലത്തുള്ള മുജാഹിദുകളല്ല, ഈ സമസ്തയിൽപ്പെട്ട പല ആളുകൾക്കും പല പണ്ഡിതന്മാർക്കും ആ പരാതി ഉണ്ടായിരുന്നു, അയാൾ നിസ്കരിക്കലില്ല എന്നുള്ളത്. അതേന്ന് ഈ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഈ മടവൂര് ഈ ഭൂമിയിൽ വെച്ച് നിസ്കരിക്കുന്നത് ആരും കണ്ടിട്ടില്ല. അപ്പൊ ഇവര് കഥ ഉണ്ടാക്കി. കേട്ടോളൂ ഈ കഥ.
സിയോലിയാർക്ക് നിസ്കാരം വേണ്ടാന്ന് പിന്നെ ഒരു കൂട്ടരെ പറയുന്നുണ്ടല്ലോ, സിയോലിയാർക്ക് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ കാണിച്ചു കൊടുത്തു. അതിന്റെ അനുഭവം കേട്ടോ. അതായത് വെറും സിയോലിയ നിസ്കരിക്കുന്നില്ല, നിസ്കാരം വേണ്ട, പിന്നെ എന്ത് സൊലി എന്ന് പറഞ്ഞെടുത്ത ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പോ ആ അദ്ദേഹത്തെ വിളിച്ച് ഇവിടെ വന്നു വിളിച്ചു, മേൽപോട്ട് നോക്കുന്നു. മേൽപോട്ട് നോക്കുന്ന അവസരത്തിൽ വാനലോകത്തെ സിയോളായി പിന്നെ ഇമാമും ഒരുപാട് ആളുകൾ വേക്കൽ തുറന്ന് നിസ്കരിക്കുന്നതായിട്ടായി വ്യക്തി കണ്ടത്. മടവൂര് നിസ്കരിക്കലില്ല എന്നുള്ള ആക്ഷേപം ഇങ്ങനെ വന്ന സമയത്ത് പല കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരനെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ആ മടവൂർ വിളിച്ച് കാണിച്ചു കൊടുത്തു, മേപ്പട്ടേക്ക് വെക്കുന്ന പറഞ്ഞു. മേപ്പട്ടേക്ക് നോക്കുമ്പോൾ മടവൂർ ഇമാമായിട്ട് വേറെ കുറെ ആൾക്കാർ മൗമിയങ്ങളായിട്ട് ഇങ്ങനെ ആകാശ ലോകത്ത് നിന്ന് ഇയാൾ നിസ്കരിക്കുന്നുണ്ട്. അതെന്തോട് ഇയാൾക്ക് ഭൂമി നിസ്കരിച്ച എന്താ പ്രശ്നം? അതിന് പ്രത്യേകിച്ച് ടാക്സ് എന്തെങ്കിലും കൊടുക്കണം. ഇയാൾ ഭൂമി നിസ്കരിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഭൂമിയിലാണ് നിസ്കരിക്കേണ്ടത്. അയാൾ ആകാശത്ത് ബഹിരാകാശത്ത് പോയി നിസ്കരിക്കാൻ ഇയാളും കൂട്ടുന്ന സുനിത വില്യംസും ടീമും പോയ മാതിരി വല്ല ബഹിരാകാശ യാത്ര നടത്തിയിരുന്നു അവിടെ പോയി നിസ്കരിക്കാൻ. അപ്പൊ ഓരോ കഥകളാണ് മെനഞ്ഞുണ്ടാക്കുക. ആകാശ ലോകത്ത് ഇങ്ങനെ മടവൂര് നിസ്കരിച്ചിരുന്നു, ഭൂമി നിസ്കരിക്കാത്തവനെ. ഈ സ്കൂളിൽ പഠിക്കുന്ന ചില കുരുത്തം കെട്ട ചെക്കന്മാരുണ്ടല്ലോ, ഒരു എണ്ണം പറഞ്ഞതും കേൾക്കൂല, ബാപ്പിമ്മയും പറഞ്ഞതും കേൾക്കൂല. വീട്ടിലത്തെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി സ്കൂൾക്ക് വിട്ടതാണ്. സ്കൂളിൽ ചെന്നിട്ട് ക്ലാസ്സിലും കയറൂല, ആ ബാക്കിലെ ബെഞ്ചിൽ നിന്ന് ഇങ്ങനെ കച്ചറ കാണിക്കും. ഒരെണ്ണം പഠിക്കൂല, ടീച്ചർ പറഞ്ഞും കേൾക്കൂല. ടീച്ചർ ഇങ്ങോട്ട് പാടാറ അങ്ങോട്ട് പോകും. അങ്ങനെ ഫുൾ ടൈമിന് ക്ലാസ് റൂമിന്റെ പുറത്ത് തന്നെ ആയിരിക്കും. പരീക്ഷയിലൊക്കെ വട്ടപൂജ്യം മാർക്കും. ആ ചെറുക്കനെ കുറിച്ച് ചെറുക്കന്റെ രക്ഷിതാവ് വരെയാണ്, ഓൻ ഇവിടുന്ന് പഠിച്ചില്ലെങ്കിലും ഓൻ വീടിന്റെ മുമ്പിലുള്ള സ്ട്രീറ്റിലേക്ക് രാത്രി നട്ടപ്പാതരൊക്കെ തല കുത്തനെന്നൊക്കെയാണ് പഠിക്കലുണ്ട്. ആരും വിശ്വസിക്കുവോ? ക്ലാസ് നിന്ന് പഠിക്കാത്തവൻ എന്ന് പറഞ്ഞ പോലെയല്ലോ അത്. ഈ ഭൂമിയിൽ ഇക്കണ്ട സൗകര്യങ്ങൾ മുഴുവൻ ഇയാൾ നിസ്കരിക്കൂല. ഇത് ആകാശ ലോകത്ത് ഇങ്ങനെ ഇയാൾ ഇമാമായിട്ട് കുറെ പീരാന്തന്മാരെ മൗമിയങ്ങളായിട്ട് നിസ്കരിക്കുക. അത് ഇവിടുന്ന് ഇങ്ങനെ കണ്ടു എന്ന് ഒരുത്തൻ മുണുങ്ങിക്കോളിക്കാവുമേ. അന്നെക്കാളും ഞങ്ങൾ ഖുറാഫീന്ന് വിളിക്കണത് ഇതൊക്കെ മുണങ്ങണേ. ആകാശ ലോകത്ത് നിസ്കരിക്കലുണ്ട് എത്ര? ഏത് മടവൂര്? മൂത്രയിച്ച കഴുകാത്ത മടവൂര് ഓനാ ഞാൻ ആകാശ ലോകത്ത് പോയി നിസ്കരിക്കാൻ പോണത്. മൂത്രയിച്ച ഇയാൾ കഴുകലില്ലായിരുന്നു പറട്ടെ അവരെന്നെ. അതുപോലെ തന്നെ മറ്റൊരവസരത്തിൽ മറ്റൊരാൾ പറഞ്ഞു, സിയോളായി മൂത്രിച്ചാൽ മനോഹരം കഴിക്കുന്നില്ല, മനോഹരം ചെയ്യുന്നില്ല, ശുദ്ധിയാക്കുന്നില്ല. അങ്ങനെ ഒരവസരത്തിൽ മൂത്രിക്കാൻ വേണ്ടി പാത്രമായി പിന്നെ മൂത്രിക്കാൻ വേണ്ടി പോയ അവസരത്തിൽ പിന്നെ അവൻ മൂത്രിച്ചു വന്നു. ഇവനത് കണ്ടിങ്ങനെ അവനോട് പറഞ്ഞ് വരാൻ വേണ്ടി പറഞ്ഞു, കൂടെ കൂട്ടിക്കൊണ്ടുപോയി. എത്രയോ ആൾക്കാരിന് മൂത്രമൊഴിക്കുന്നു, ആർക്കാ പാത്രം കൊടുക്കേണ്ടതെന്ന് തിരിച്ചു പോകുന്നു. ഒരുപാട് ആളുകൾ മൂത്രമൊഴിക്കുന്നുണ്ട്. വെള്ളം ആർക്കാ കൊടുക്കേണ്ടത് തിരിയാതെ തിരിച്ചു പോകുന്നു. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ കഥ? അപ്പൊ ഇയാളെ കുറിച്ച് അന്നുണ്ടായിരുന്ന വേറൊരു ആക്ഷേപമാണിത്, ഇയാൾ മൂത്രയിച്ചാൽ മനരിക്കലില്ല എന്നുള്ളത്. ഇയാൾ ഇങ്ങനെ മൂത്രയിക്കാതിരുന്നാണ്ട് കുടഞ്ഞുകാണ്ട് എണീറ്റിട്ട് പോരും. ഇനി കുടലും ഉണ്ടെന്ന് അറിയില്ല. ഈ അമുസ്ലിങ്ങളൊക്കെ ചില ആൾക്കാർ റോഡ് സൈഡിൽ നിന്ന് മതിലിനോട് ചാരിയിരുന്ന് മൂത്രയിക്കണാണ്, ഓരൊന്ന് കൊടയായിരിക്കും. ഇയാൾ അതും ചെയ്യലുണ്ടെന്ന് അറിയില്ല. ആ തുണി കൂടി അതിന്റെ തുള്ളിയെ കൊലിപ്പിച്ചിങ്ങനെ നടക്കുന്നുണ്ടാവേ. കാരണം ഭ്രാന്തല്ലേ, ഭ്രാന്തന്മാരങ്ങനെ പലതും ചെയ്യുമല്ലോ. മൂത്രയിച്ചാൽ കഴുകൂല, ചിലപ്പോൾ നടന്നോടത്തോടൊന്നും ഇങ്ങനെ കാഷ്ടിച്ചുകൊണ്ട് നടക്കും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പൊ ഇയാൾ മൂത്രയിച്ചാൽ മനരിക്കലില്ല എന്നൊരാൾ ഇങ്ങനെ പറഞ്ഞപ്പോ അയാൾക്കുണ്ടായ അനുഭവം എന്താണ്? ഒരിക്കൽ മടവൂർ ഇങ്ങനെ മൂത്രയിച്ചപ്പോ ഇയാളോട് വള്ളയിട്ട് വരാൻ പറഞ്ഞു. വന്ന് നോക്കുമ്പോൾ മടവൂര് മാത്രമല്ല വേറെയും കുറെ പിരാന്തന്മാർ ഇങ്ങനെ മൂത്രയിക്കുന്നുണ്ട്, വരിയായിട്ട് മൂത്രയിക്കുന്നുണ്ട്. എന്നാ പിന്നെ ആ പാട്ട വെള്ളം ഒറ്റ ഒഴിക്കൽ ഇങ്ങനെ ഒന്നായിട്ട് ഒഴിക്കല്ല ഇയാൾ ചെയ്തത്. അങ്ങനെ ഉണ്ടല്ലോ, വല്ല വൈദ്യനകത്തോട്ടം നൽകണ മാതിരി വല്ലാതെ തള്ളി നിൽക്കണമൊക്കെ 2 തുള്ളി ഉറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ഇങ്ങനെ ഒന്നിച്ചൊറ്റ ഒഴിച്ചില്ല. കാരണം ഇയാൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ പിരാന്തന്മാരും ഉണ്ടാവില്ലേ. മടവൂരുണ്ട്, വേങ്ങര കോയപ്പാപ്പ ഉണ്ടാവും, പിന്നെ ഓച്ചിറ ദാമോദരനൊക്കെ ഉണ്ടാവും, മുറിക്കാത്ത സാധനങ്ങൾ, തലപ്പ് മുറിക്കാത്ത. അപ്പൊ ഇയാൾ ആലോചിച്ചിട്ടുണ്ടാവും, ഇതിപ്പോ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കഴുകല്ല, തലപ്പ് മുറിക്കാത്ത സാധനം ഇതിലുണ്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ അത് കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ എല്ലിൻ്റെ മുകൾക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ തലപ്പ് മുറിക്കാത്ത സാധനങ്ങളുണ്ടാവും വല്ല ഔലിയാക്കളെ കൂട്ടത്തിൽ. ഞാൻ അതിൻ്റെ തലപ്പൊക്കെ മുറിക്കാൻ കത്തിയും കല്ല് കയറ്റി വരേണ്ടി വരും, കത്തിയും ബ്ലേഡൊക്കെ ആയിട്ട് വരേണ്ടി വരും വിചാരിച്ചു കണ്ട് ഇയാൾ വല്ല സ്കൂട്ടായി സ്ഥലം വിട്ടു. അപ്പൊ ഇതാണ് സഹോദരങ്ങൾ, മൂത്രമൊഴിച്ച ഇയാൾ കഴുകലില്ലായിരുന്നു. ഇതാണ് മടവൂര്. ഇയാളാണ് ആകാശലോകത്ത് പോയി നിസ്കരിക്കാൻ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ ഇയാളെ ക്വാളിഫിക്കേഷൻ? നിസ്കരിക്കലില്ലായിരുന്നു, നോമ്പ് നോൽക്കാറില്ലായിരുന്നു, നോമ്പ് നോറ്റ ആൾക്കാരെ മുറിപ്പിക്കാറുണ്ടായിരുന്നു, നിസ്കരിക്കലില്ലായിരുന്നു മാത്രമല്ല ഏതേലും സാധുക്കൾ ഇയാളെ മുരീദന്മാരായി നടക്കുന്ന ഏതെങ്കിലും വട്ടന്മാരുണ്ടല്ലോ, ഒരു നിസ്കരിക്കലുണ്ടാവുമല്ലോ, അവരെ നിസ്കരിക്കുമ്പോൾ അവരെ നിസ്കാരം പോയിക്കാണ്ട് കൊളാക്കുക. അത് ഇയാളെ കല പരിപാടിയായിരുന്നു. കേട്ടോളി. അതെ, അങ്ങനെ ഒരു കടയിൽ ചെന്നാൽ പായിരുന്നാൽ അതിൻ്റെ ഉള്ളിൽ കാമ്പുണ്ടല്ലോ, പഴം, അത് ഞങ്ങൾക്ക് തോലുസ്താകുന്നു. തോല് ഷെയ്ഖുന കഴിക്കും. പിടിയെ കയറി വേണ്ട കൊണ്ട് എടുക്കാൻ ചെയ്യാം.
പയറിഞ്ഞെടുക്കും, അതിനാർക്കും പ്രശ്നമില്ല. പക്ഷേ മരുന്ന് കണ്ടാൽ തന്നെ എല്ലാവർക്കും വലിയ ബഹുമാനാദരം ഇതാണല്ലോ, എന്ത് വേണം കൊടുക്കാനുള്ള അതെ, എന്തും എടുത്തോട്ടെ. എടുത്താൽ അവൻ രക്ഷപ്പെട്ട്, അവൻ എന്തെങ്കിലും കടയിൽ നിന്ന് എടുത്താൽ അവൻ രക്ഷപ്പെട്ട്. മനസ്സിലാക്കി കട പയറിന് തോലും ചെയ്യും, കഴിക്കും, കാമ്പ് നമുക്കും ചെയ്യും. പിന്നെ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാല് അതിനങ്ങനെ അറിയാൻ പറ്റൂല. നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാല് ഈ ചൂടുള്ള കോഴിമുട്ട തോല് കൊടുത്താണ്. ആ വീട്ടിൽ എന്താ അറിയോ, കോഴിമുട്ട ചായ ഒക്കെ കൊടുക്കുന്നു. വീട്ടിൽ ചെന്നതിലൊക്കെ കടി ചായക്ക് കടി തോല് വെച്ച് തൊള്ളി കിട്ടും. നിസ്കരിക്കാൻ നിൽക്കുന്ന അവസരത്തിൽ പുറത്തോട്ടുള്ള ഒറ്റ ഒഴിവാക്കല. ചൂടുള്ള കോഴിമുട്ട അവള് തൊള്ളയിട്ടാൽ എന്താ അതിന്റെ അവസ്ഥ? പിന്നെ പുറത്തോടൊറ്റ തുപ്പല. അത് നിസ്കരിക്കുന്നത് വലിയ പ്രയാസമായിരുന്നു. എടോ വട്ടാണെന്നുള്ളതിന് വേറെ തെളിവാണ്. കടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ പഴക്കൊല അങ്ങനെ തൂങ്ങിക്കെടുക്കുന്നുണ്ടാവും. ഇത് പഴം കണ്ട് ഊരിയിട്ട് തൊലി ഇയാൾ തിന്നും, പഴത്തിൻ്റെ കാമ്പ് ഒഴിവാക്കും. ഇയാളെന്താ പോത്തോ? ഒരു ഊപ്പര് പറയാണ്. അങ്ങനെ കടകളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ പഴം എടുക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ ഭക്തിയാദരവോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കും. കാരണം മഹാനവർകളല്ലേ വന്നിട്ടുള്ള ഔലിയല്ലേ. അതാണ് നിങ്ങളെ കൗമിൻ്റെ തകരാറ്. ഇപ്പോഴല്ലേ നിങ്ങളെ കൗമിന് കുറച്ച് അന്തം വെച്ചത്. പണ്ടത്തെ കാലത്ത് ഈ ഉള്ളാളത്തേക്ക് നേർച്ചേർന്ന് വിടുന്ന ചില ആടുകളുണ്ടോ, അങ്ങനെ നാട്ടിലിങ്ങനെ തെണ്ടി തിരിഞ്ഞടന്നിരുന്നു. ആടിൻ്റെ കഴുത്തിൽ സഞ്ചി ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ പച്ചക്കറി കടയിൽ എന്നിട്ട് ആട് ഇങ്ങനെ പച്ചക്കറിയും പിന്നെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തിന്നും. കടക്കാരെങ്ങനെ ഭക്തി ആദരവോട് കൂടി ഇങ്ങനെ നോക്കിക്കും. അങ്ങനെ തക്കാളിക്ക് വിലയേറിയ കാലത്ത് ആട് ഇങ്ങനെ തിന്ന് തക്കാളി തിന്നാണ് വന്നിട്ട്. അപ്പൊ കടക്കാരെങ്ങനെ താടക്ക് കയ്യും കൊടുത്ത് നോക്കി നിന്നിട്ട്, നിങ്ങൾക്കറിയില്ല മഹാനവറുകള് തക്കാളിക്ക് വില കൂടുതലാണെന്ന് ആടിനോട്. ആ ആടിനെ ബഹുമാനിച്ച കൗമിന്റെ പിന്മുറക്കാരല്ലോ നിങ്ങള്. ആ നിങ്ങള് മടവൂർ എന്ത് തോന്നിയാസം കാണിച്ചാലും കണ്ടുക്കൂലേ? വലിയ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മുട്ടും കാലും പറക്കുമല്ലോ. അതിരിക്കട്ടെ. അപ്പൊ അതായിരുന്നു അയാളെ കലാപരിപാടി. കടയിൽ കയറുക, പഴങ്ങട് ഊരുക, എന്നിട്ട് തൊലി ഇയാൾ തിന്ന, കാമ്പ് ഒഴിവാക്കുക. നമ്മളെ വിഷയം അതല്ല. ഇയാൾ നിസ്കാരം കോളാക്കിയ കഥ ഞാൻ ഈ പറയണത്. ഇയാൾ ഏതോ ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ അവിടുത്തെ ആൾ നിസ്കരിക്കണ്ടത്രേ. അപ്പൊ ഇയാൾ കാട്ടിലുള്ള ഒലുമ് എന്താണ്, നല്ല ചൂടുള്ള കോഴിമുട്ട, മുട്ട പുഴുങ്ങിയത്, അത് നല്ല ചൂടോർക്കണം എടുത്തിട്ട് അത് തൊലി പൊളിച്ചിട്ട് നിസ്കരിക്കുന്ന ആളെ അണ്ണാക്ക് ഒറ്റ തിരികല്. അപ്പൊ അയാൾ പൂരങ്ങൾ തുപ്പ നിസ്കരിക്കുന്ന ആളെ. എന്തൊരു ശൈത്താനീയത്താണ് ഇയാളെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഇയാൾക്ക് ശൈത്താൻ ബാധിച്ചതല്ലെങ്കിൽ പിന്നെ എന്താണോ, എന്ത് വലിയാണോ ഇയാള്? ഇയാൾ അള്ളാന്റെ വലിയല്ല ഷെയ്ത്താന്റെ വലിയാണെന്ന് ഞങ്ങൾ പറയാൻ കാരണം അതാണ്. നിസ്കരിക്കൂല, നോമ്പ് നോക്കൂല, ഉമ്മ സലാം പറഞ്ഞാൽ മടക്കൂല, നോമ്പ് നോറ്റ ആൾക്കാരെ മുറിപ്പിക്കുക, നിസ്കരിക്കുന്ന ആൾക്കാരെ കൊളാക്കുക. അങ്ങനെ ചില കുട്ടികളെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ ഇങ്ങനെ ചെറിയ പിഞ്ചു മക്കൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ സുജൂദിലൊക്കെ പോകുമ്പോൾ പെരടി കയറിക്കും, അല്ലെങ്കിൽ വല്ല മുട്ടുസൂചിയൊക്കെ വന്നിട്ട് പിന്നിൽ കുത്തും, എന്നിട്ട് ഇങ്ങനെ കൈയൊട്ടിച്ചിരിക്കും. അറ്റിക്ക് ബുദ്ധി ഇല്ലല്ലോ. അത്രയും ബുദ്ധിയില്ലാത്ത ചെങ്ങായിയാണ് ഈ ചെങ്ങായി മടവൂര്. നിസ്കരിക്കുന്ന ആളെ അണ്ണാക്ക് ചൂടുള്ള കോഴിമുട്ട തിരിക. നല്ല കലാപരിപാടിയാണല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ വക ളുൽമ് ചെയ്ത ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ വലിയ എന്ന് പറയണത്. കുത്തുബുല്ലാലം, മുദബ്ബിറുല്ലാലം, ഈ പിരാന്തനെ കുറിച്ച്. ഇതൊക്കെ സഹിക്ക. ഇയാളെ വാക്ക് കേട്ടിട്ട് സ്വന്തം പിഞ്ചു പൈതലിനെ കൊന്ന ആൾക്കാർ വരേണ്ടേ. ഒരു ചരിത്രം ഒരു മൊല്ല പറട്ടെ അയാൾക്കുണ്ടായ അനുഭവം. 1987 എൻ്റെ കല്യാണം. പക്ഷെ ആദ്യത്തെ കുട്ടി മരിച്ചു. രണ്ടാമത് താമസിക്കാതെ വീണ്ടും ഗർഭായിൻ്റെ ശേഷം ഒരു 17 ദിവസം ആ കുട്ടി ജീവിച്ചത് മെഡിക്കൽ കോളേജിൽ നവജാത ശിശുക്കളതിലാണ് കിടക്കുന്നത്. കുട്ടി നവജാത കുട്ടികളുണ്ടാവുമല്ലോ, തയ്യാറെ പ്രസവിക്കുന്ന 8-ാം മാസത്തിൽ പ്രസവിച്ചിരിക്കണ്. പക്ഷെ കുട്ടി വളർച്ചയില്ല. പിന്നെ ബൾബിന്റെ തുള്ളി ഇങ്ങനെ കത്തി ഇങ്ങനെ കിടക്കുന്നല്ലാതെ ആ കുട്ടി ആ വാർഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ തീരുമാനിച്ചു, ഇത്ര കാലിന്റെ കാര്യം തീരുമാനിച്ചത് ഷെയ്ഖുനെ. അവിടെ അങ്ങോട്ട് പോയി ഞാൻ ഷെയ്ഖുനാൻ്റെ അടുത്ത് ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് പോയി ഷെയ്ഖുനോട് കാര്യം പറഞ്ഞ്, എൻ്റെ കുട്ടി കുട്ടി ഇങ്ങനെ ആദ്യത്തെ ഒന്നും അറിയില്ല, കുട്ടി മെഡിക്കൽ കോളേജിലാണ്, വളരെ ഇതിലാണ് തയ്യാറെ പ്രസവിച്ചതാണ് പറഞ്ഞു. ഷെയ്ഖുൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഈ കുട്ടി എന്താണെന്നല്ല ചോദിച്ചത്, ആദ്യത്തെ കുട്ടി എന്തായിരുന്നു ചോദ്യം. ഫസ്റ്റത്തെ കുട്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ല, ഫസ്റ്റത്തെ കുട്ടിയാ ചോദിച്ചു ഷെയ്ഖുൻ, ആദ്യത്തെ കുട്ടി എന്തായിരുന്നു നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ കുട്ടിയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. കുട്ടി ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞു. ആദ്യത്തെ കുട്ടി എന്തായിരുന്നു? ആദ്യത്തെ കുട്ടി പെൺകുട്ടിയായിരുന്നു. ഈ കുട്ടി ജീവിക്കുകയില്ല, കുട്ടി ജീവിക്കുകയില്ല. ഞങ്ങൾ കേട്ടപ്പോൾ തന്നെ കാരണം നമ്മൾ കാണുമ്പോൾ തന്നെ കുട്ടീന്റെ വളരെ ഇതിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഷെയ്ഖുനോട് പറയുമ്പോൾ നമുക്കൊരു വേചാറും തോന്നുന്നില്ല. ഷെയ്ഖുനയാണോ പറയുന്നത്,
ആദ്യത്തെ കുട്ടി എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുള്ളൂ. ഈ കുട്ടി ജീവിക്കില്ല. അപ്പോളെ ഈ കുട്ടീനെ പറ്റി അപ്പോളെ പറയുന്നുള്ളൂ, കുട്ടി ജീവിക്കുകയില്ല എന്നാണ്. പോവാം. ആ കുട്ടിയുടെ മരണം പോലും ഷെയ്ഖുനെ കാണുകയാണ്. അതാണ് ഇറങ്ങി. ഞാനും വലിയനും കൂടി അവിടെ ഇങ്ങോട്ട് ഇറങ്ങി പോവാം. ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ടെത്തി കുട്ടീൻ്റെ അരികത്തേക്ക് കുട്ടിക്ക് അസുഖം കൂടിയാണ്. പക്ഷെ ഷെയ്ഖുനാന്റെ അടുത്ത് ജീവിക്കൂല എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അതും അനുഭവത്തിൽ വരികയാണെന്ന് മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു വരിക. മറ്റൊരു കൂടിയാണ്. അപ്പം മനസ്സിലായിക്കൂല കുഞ്ഞബലി കളിക്കുന്ന മുഴുവനും ജീവൻ നിലനിർത്താൻ പറ്റുമോ എന്നുള്ള ആ വകുപ്പിൽ കൂടെ കൊണ്ടുവന്ന് സാധനം കൊണ്ടല്ലൊക്കെ നിർത്തി. അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി ഏതായാലും ഒപ്പിട്ട് കൊണ്ടുപോകാം. ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ പെരിയിൽ കാണുന്നവർക്ക് കാണുകയും ഒക്കെ ചെയ്യല്ലോ എന്ന് പറഞ്ഞ് കുട്ടിനെ തരാൻ പറഞ്ഞപ്പം നഴ്സിനോട് പറഞ്ഞ് അങ്ങനെ തരാൻ പറ്റില്ല. കാരണം നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിതാവാണ്. നിങ്ങൾ എഴുതി തന്നെ പിതാവിന്റെ സ്വന്തം അത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഒപ്പിട്ടിടാണ്. ഞാൻ ഒപ്പിട്ടിടാണ്. ഒപ്പിട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങി കുട്ടീനെ കഴിയുമ്പോൾ കുട്ടിനെ കഴിയുമ്പോൾ കുത്തിട്ടിരിക്കുകയാണ്. രക്തം അവിടെ കയറ്റി രക്തം കയറ്റിക്കൊണ്ടേ നിൽക്കുകയാണ് കുട്ടി. എന്നിട്ട് ഊരിട്ട് പോയി രക്തം ഉണ്ടായിട്ട് പോകുന്നത്. അവിടെ വല്ലുന്ന പ്ലാസ്റ്റൊക്കെ വെച്ച് ഒട്ടിച്ച് വെക്കാണ്ട് കുട്ടിനെ മാറ്റി പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ടാക്സി വിളിച്ച് നമ്മളെ കോഴിക്കോട് ഇവിടെ വട്ടക്കിണറിന്റെ അവിടെ കണ്ടെത്തി കുട്ടി മരിച്ചു. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? ഉളുപ്പില്ലാതെ മനസാക്ഷി കുത്തില്ലാതെ രണ്ട് മൊല്ലമാരിന്ന് തള്ളുകയാണ്. എന്തായി ചങ്ങായി പറഞ്ഞത്? ഇയാളെ ഭാര്യ ആദ്യം പ്രസവിച്ചു, ആ കുട്ടി മരിച്ചുപോയി. രണ്ടാമത്തെ പ്രസവം മാസം തികയാതെ 8-ാം മാസത്തിൽ ഭാര്യ പ്രസവിച്ചു. അങ്ങനെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി ഇൻക്യുബേറ്ററിലിട്ടു. 1 മാസത്തെ വളർച്ച കുറവുണ്ടല്ലോ. ഈ 1 മാസത്തെ വളർച്ച കുറവുണ്ടായി. ഇയാൾ ആദ്യത്തെ കുട്ടി മരിച്ചു, രണ്ടാമത്തെ കുട്ടി ഇങ്ങനായി. അപ്പോഴാണ് ഷെയ്ഖുനാൻ ഓർമ്മ വന്നത്. ഇത്രയും കാലം എൻ്റെ എല്ലാ കാര്യം തീരുമാനിച്ചു ഷെയ്ഖുനേ ഉള്ളൂ. അപ്പൊ ഷെയ്ഖുനാൻ്റെ അടുത്തൊന്ന് പോകാം. അപ്പൊ എന്തിനാണ് നിങ്ങളൊക്കെ ഈ ഷെയ്ഖുനാന്റെ ആൾക്കാരായിട്ട് പിന്നെ എന്തിനാ ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാൻ നിൽക്കുന്നത്? അതാ എനിക്ക് പിടുത്താൻ കിട്ടാത്തത്. എന്തുണ്ടെങ്കിലും ഇവന്മാർ പായും ആദ്യം ഹോസ്പിറ്റലിലേക്ക്. പിന്നെ അതിന്റെ അടിയിലെ ഷെയ്ഖുനാന്റെ അടുത്തൊക്കെ ഒന്ന് പണ്ടാരടക്കല്. ഏതായാലും ഷെയ്ഖുനാന്റെ അടുത്ത് പോയപ്പോൾ മൂപ്പർ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് മൂപ്പരൊരു ചോദ്യം, ആദ്യത്തെ കുട്ടി എന്തായിരുന്നു? അപ്പൊ ആദ്യത്തെ കുട്ടി പെൺകുട്ടിയായിരുന്നു, അത് മരിച്ചേക്കണ്. അപ്പൊ ഉടനെ ഷെയ്ഖുനാന്റെ മറുപടി, ഈ കുട്ടി ജീവിച്ചിരിക്കുകയില്ല. എങ്ങനെ ഉണ്ടാവും? അല്ലാതെ ആദ്യത്തെ കുട്ടി മരിച്ചിട്ടുണ്ട് എന്നാ പൊടിച്ചോ എനിക്ക് അടുത്ത കുട്ടി ഇതിനെ ഞാൻ രക്ഷപ്പെടുത്തി എന്നല്ല പറഞ്ഞത്. ഈ കുട്ടി ജീവിച്ചിരിക്കുകയില്ല. ആദ്യത്തെ കുട്ടി മരിച്ചേക്കണ്, ഈ കുട്ടി ജീവിച്ചിരിക്കുകയില്ല. ഇത് പണ്ട് ഒരാൾ ഹോട്ടലിൽ കയറിയ കഥ പറയാറുണ്ട്. ഹോട്ടലിൽ മുമ്പ് ചായ കുടിച്ച കുറേ പൈസ കൊടുക്കാണ്ട്. അപ്പൊ ആൾ ചോദിച്ചു കടക്കാരൻ ഇയാളോട്. അപ്പൊ പറഞ്ഞു, ആദ്യത്തെ കണക്ക് അവിടെ നിൽക്കട്ടെ, ഇപ്പത്തെ പിന്നെ തരാന്ന് പറഞ്ഞു. എന്നറിഞ്ഞ മാതിരി ആദ്യത്തെ കുട്ടിയായാലും മരിച്ചല്ലോ, ഈ കുട്ടി ജീവിച്ചിരിക്കുകയില്ല. അങ്ങനെ ഇത് കേട്ടത് ബൊമ്പാഞ്ഞു മെഡിക്കൽ കോളേജിക്ക്. അപ്പൊ കുട്ടിനെ ഇൻക്യുബേറ്ററിൽ വെച്ചൊക്കെയാണ്. 8 മാസത്തെ വളർച്ച സംഭവം. 1 മാസം അതിനുള്ളിൽ കിടന്ന കുട്ടിക്ക് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാം. ഇതങ്ങനെ അപൂർവ കേസൊന്നല്ല. അപ്പൊ ഷെയ്ഖുൻ എങ്ങനെ പറഞ്ഞുകൊള്ള ഈ കുട്ടി ജീവിച്ചിരിക്കുകയില്ല എന്ന്? പിന്നെ ആ കുട്ടി ജീവിച്ചിരുന്ന ഷെയ്ഖുനാന്റെ കറാമത്ത് ഒടയിലേ, അതിന് ക്ഷീണം പറ്റൂലേ? അപ്പൊ ഈ ഹംക്ക് എന്ത് ചെയ്തു? സ്വന്തം ചോരയിൽ പറഞ്ഞ കുട്ടീനെ നിർബന്ധമായിട്ട് അവിടുന്ന് പിടിച്ചു വാങ്ങി ഒപ്പിട്ടെടുത്തു, എനിക്ക് തന്നാളി പറഞ്ഞിട്ട്. അങ്ങനെ ആ കുട്ടിന്റെ ശരീരത്തിൽ ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കണം. അതൊക്കെ വലിച്ചു ഊരിട്ട് ബ്ലഡൊക്കെ പുറത്തേക്ക് വന്നിട്ട് അവിടെ പ്ലാസ്റ്റർ തൊട്ടിച്ചിട്ട് നേരെ കൊണ്ടുപോയി വട്ടക്കിണർ ഭാഗത്തെത്തിയപ്പോ ഷെയ്ഖുനാന്റെ കറാമത്ത് പുലർന്നു, കുട്ടി ജീവൻ പോയി. എന്താണോ ഈ കേൾക്കണത്? എന്താണ് ഈ പറയണത്? ഇവനെതിരൊക്കെ കേസ് എടുക്കണം. ഇവിടുത്തെ ബാലാവകാശ കമ്മീഷൻ സ്വന്തം രക്തത്തിൽ പറഞ്ഞ ഒരു പിഞ്ചു കുഞ്ഞിനെ ഒരു ഭ്രാന്തന്റെ ജൽപ്പനം കേട്ടിട്ട് കൊന്നു കളഞ്ഞു എന്നായി പറയണത്. എന്താണിത് കഥ? മടവൂരിന് കറാമത്തുണ്ടാക്കി കൊടുക്കണം വിലക്കെ പാടിയിരുന്നിട്ട് ഈ ഹംകള്, ഈ പെന്തക്കോസ്ത് മൊല്ലമാര് വട്ടം കൂടിയിരുന്നിട്ട് ഷെയ്ത്താന്റെ അജണ്ട ഇവിടെ നടപ്പിലാകണ്ടേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇവന്മാര് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ക്രൂരതകളാണ് ഇതൊക്കെ. എന്നിട്ടിപ്പം ഈ മൊല്ല ഒരു വീരവാദം പറയുന്നുണ്ട്. ഓന്റെ കുടുംബയോഗത്തിലൊന്നും പങ്കെടുക്കലില്ല. എത്ര കേട്ടോളി. ഇനിയിപ്പോ നമ്മളെ എന്റെ കുടുംബത്തിൽ വേറും പറഞ്ഞു തരാം. ഈ നമ്മളെ ഈ കുടുംബ സംഗമം ഇതൊക്കെ പുതിയൊരു സംഭവമാണ്. ഉണ്ടല്ലോ. ഈ കുടുംബ സംഗമത്തിൽ ഞാൻ വിട്ടിക്കല. കാരണം കുടുംബത്തിനോടുള്ള വെറുപ്പോ ഇതുകൊണ്ടൊന്നുമല്ല. അതിന് ഇത് കേറി കൂടുന്നുണ്ട്. കുടുംബത്തില് വഹാബികൾ കൂടുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും അവരുടെ കൽപ്പത്തിൽ അവരിത് നിയന്ത്രിക്കാനും കൊടുക്കാനും മാത്രമല്ല പുറമേ നിന്നുകാണ്ട് പ്രസംഗിക്കാനൊക്കെ ആളെ വഹാബികളെ കൊണ്ടുവന്ന് പ്രസംഗിക്കാൻ തന്നാൽ അപ്പൊ അങ്ങനത്തെ കുടുംബ സംഗമം നമുക്ക് വേണ്ട. എല്ലാവരും കുടുംബത്തിന് പോകുന്നുണ്ട്. ഇന്ത്യ ഇവരുടെ ആൾക്കാർ പോയിട്ട് പറഞ്ഞ അയച്ചിട്ടുമില്ല. അതുകൊണ്ട് ആർക്കെങ്കിലൊക്കെ വെറുപ്പ് ഉണ്ടായിക്കോട്ടെ, അതെനിക്ക് പ്രശ്നമില്ല. അപ്പൊ എന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന കുടുംബ സംഗമത്തിൽ എന്തുമ്പോ പങ്കെടുക്കില്ല. എന്താ കാര്യം? കുടുംബത്തിൽ വഹാബികൾ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അപ്പോൾ വഹാബികളില്ലാത്ത കുടുംബം കുറവാണല്ലോ. ഏത് കൊടിമൂത്ത ഖുറാഫിന്റെ കുടുംബത്തിലുണ്ടാവും വഹാബി. ആൾക്കാർക്ക് കാര്യം തിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ.
അപ്പൊ കുടുംബത്തിൽ വഹാബികളുള്ളതുകൊണ്ട് ആ കുടുംബയോഗത്തിൽ ഇപ്പം പോകാറില്ല. ഇതൊക്കെ പോകാതിരിക്കുക തന്നെ നല്ലത്. ഇതൊക്കെ എൻ്റെ കുടുംബത്തിലായി വെക്കണം. കുടുംബസംഗമൊക്കെ നടക്കുമ്പോണ്ടല്ലോ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറയും, ഞാൻ ആ ഏരിയക്ക് 5 കിലോമീറ്റർ പരിധിൻ്റെ ഉള്ളിലെങ്ങാനും എൻ്റെ നിഴലെങ്ങാനും വന്നാൽ എൻ്റെ കാലിൻ്റെ ചിരട്ട അടിച്ച് പൊട്ടിക്കും അമുക്കിയെന്ന് ഞാൻ പറയും. കാരണം ഇവിടെ നടക്കാൻ പോകുന്നത് കുടുംബസംഘമാണ്, അല്ലാതെ കുടുംബ സംഘടന അല്ല. അതുകൊണ്ട് ആ ഏരിയക്ക് വന്നു പോരുത് ഞാൻ പറയും. കുടുംബയോഗത്തിൽ പങ്കെടുപ്പിക്കാൻ പറ്റിയത് മുതലേ ഈ ജാതി കുടുംബയോഗത്തിലൊക്കെ പലപ്പോഴത്തെ ആൾക്കാരൊക്കെ പങ്കെടുത്താൽ തന്നെ പ്രശ്നമാണ്. കുടുംബത്തിൽ വഹാബികളുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വഹാബികളെ കൊല്ലാൻ വേണ്ടി ഭക്ഷണത്തിലൊക്കെ വല്ല വിഷം കലർത്തൂലെന്ന് ആര് കണ്ടു? ഒരു ഭ്രാന്തന്റെ ജൽപ്പനം പുലരാൻ വേണ്ടി സ്വന്തം ചോരയിൽ പിറന്ന പിഞ്ചു കുഞ്ഞിനെ കൊന്നുകളഞ്ഞ ഇവനെപ്പോലത്തെ ആൾക്കാർ ഇതും ചെയ്യൂല, ഇതിനപ്പുറം ചെയ്യൂലേ? കുടുംബയോഗത്തിൽ പങ്കെടുക്കലില്ല അത്ര. അൽഹംദുലില്ലാ ആ കുടുംബം രക്ഷപ്പെട്ടു. കഴിഞ്ഞില്ല. ഇവന്റെ ഒരു കറാമത്ത്, ഇവന്റെ ഒരു മൂത്രക്കല്ല് കറാമത്ത് അവൻ പറയട്ടെ. ആ 87 എനിക്ക് ഒരു മൂത്രത്തിൽ കല്ലിൻ്റെ അസുഖം വന്നു. അങ്ങനെ ഒരു മാസം ചില്ലറി ഓരോ വെള്ളിയാഴ്ച നിന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോകും. ആ സമയത്ത് എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നുണ്ട്. നിസ്കരിക്കാൻ കഴിയാത്തൊരു ഘട്ടം വന്നു. മൂത്രം ബന്ധായി. അതിപ്പോഴും നല്ല ശിവനാനില്ല ആ സമയത്താണ് മെഡിക്കൽ കോളേജിൽ ചെന്ന്. ആദ്യത്തെ അനുഭവം ഇതാണ് അതാണ് ഏത് ആദ്യത്തെ അനുഭവം ഞാൻ അത് ആദ്യത്തെ, ഇത് രണ്ടാമത് പോയുള്ള അനുഭവമാണ് ഇപ്പോൾ ഞാൻ. അതെ അതെ. അപ്പൊ ഇങ്ങനെ കുറെ പ്രാവശ്യം ഞാൻ ചോദിക്കാണ്, കുറെ പ്രാവശ്യം നമ്മള് ഷെയ്ഖുനാടുത്തും മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടും ഷെയ്ഖുനാടത്തേക്ക് എത്താൻ എത്തിയിട്ടില്ല. അപ്പോഴും എനിക്ക് ഇതിന്റെ ഓർമ്മ വന്നില്ല. നമ്മൾ ശബ്ദം മുഴുവൻ ഈ വേദനയും മറ്റും അത് വെക്കുമ്പോൾ ഒന്നും മനസ്സിനൊരു ഇതും കിട്ടുന്നില്ല. ഒരു സമാധാനം എന്ന് പറഞ്ഞ രാത്രികൊണ്ട് ഒന്നും ഒരു ശ്രദ്ധ എവിടേക്കുള്ളൊരു ചിന്തയും വരുന്നില്ല. ശബ്ദം മുഴുവൻ എന്റെ ഈ അസുഖം കാരണത്താൽ മനസ്സിനിതില്ലാതെ കണ്ടിട്ട് ഇങ്ങനെ കളിക്കാം, ഒന്നും വരുന്നില്ല. 87 ഷെയ്ഖുനാനോട് കാര്യം പറഞ്ഞു, ചെറിയ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എന്താ ചെയ്യുന്നത്, നിസ്കരിക്കാൻ എനിക്ക് കഴിയുന്നില്ല, വേദന കൊണ്ട് പൊളിയാണ്. കുറച്ചും നേരം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, പിന്നെ ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. ഓപ്പറേഷൻ ഇല്ലാതെ ഈ കല്ല് പോരൂലെന്നാണ് പറഞ്ഞത്. ഞാൻ എന്താ ചെയ്യേണ്ടത് ഷെയ്ഖുന ഒന്ന് പറഞ്ഞു തരണം. അത്ര നേരം പറഞ്ഞിട്ടുള്ളൂ. മരുന്ന് കുടിച്ചാൽ മതി, ഓപ്പറേഷൻ വേണ്ട. മരുന്ന് കുടിച്ചാൽ മതി, ഓപ്പറേഷൻ വേണ്ട. അതും 2-3 പ്രാവശ്യം ആവർത്തിച്ചു. പോവാം, നമുക്കൊരു സമാധാനമായി. കല്ല് പോരും, മരുന്ന് കുടിച്ചാൽ മതി, ഓപ്പറേഷൻ വേണ്ട, പോവാം. ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം ഷെയ്ഖുനാനെ കിട്ടുന്നുണ്ട്. എല്ലാ ആഴ്ചയും 2 പ്രാവശ്യം. പോകുമ്പോഴൊക്കെ ഇതേ വാക്കാണ് ആവർത്തിക്കുന്നത്. മരുന്ന് കുടിച്ചാൽ മതി, ഓപ്പറേഷൻ വേണ്ട, പോവാം. പിന്നെ അങ്ങനെ തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ അത് ഷെയ്ഖുനാനെ ഒരു ബുദ്ധിമുട്ടാക്കലല്ലേ. അപ്പോൾ തിരിച്ച് ഞാൻ ഇങ്ങോട്ടൊക്കെ വരും. അങ്ങനെ 3-4 ആഴ്ചയോളം കിടന്നിട്ട് ഇങ്ങനെ പോവുക വരിക ഷെയ്ഖുന. അതേ പണി ഇങ്ങനെ തുടർന്നുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടി മൂത്രം വന്നായി. ഒരു തുള്ളി പോലും പുറത്തു പോയാൽ നാവ് ഇത്ര ഇങ്ങനെ പൊന്തിയിട്ട് മൂത്ര തുള്ളി പോലും പുറത്തു പോകില്ല. ഇനിയിപ്പോൾ മൂത്രത്തെ ബന്ധായി ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചു. അപ്പൊ കല്ല് എങ്ങനെ വന്ന കല്ലാ? കല്ല് എങ്ങനെ വന്ന കല്ലാണ്? താനെ വന്ന കല്ലാണ്. താനെ വന്ന കല്ല് താനെ പോവും. അപ്പൊ ഇയാൾക്ക് മൂത്രക്കല്ല് വന്നിട്ട് എങ്ങോട്ട് പോയി? മെഡിക്കൽ കോളേജിൽ പോയി. അതാണ് ചെയ്യേണ്ടത്, അതാണ് സാധനം ചെയ്യാറ്. അവിടെ അങ്ങനെ എത്തി കുറേ മാസങ്ങളോളം മെഡിക്കൽ കോളേജിൽ നടന്നു. അപ്പൊ മറ്റേ മൊയന്ത് ചോദിക്കണം, കാഫിലക്കാരൻ മൊയന്ത്, അല്ല ഇതൊക്കെ ആയിട്ട് ഷെയ്ഖുനാൻ ഓർമ്മ വന്നില്ലേ? അപ്പൊ മറ്റവന്റെ മറുപടി, ഇല്ല ഈ വേദന അങ്ങോട്ട് സഹിക്കാൻ പറ്റിയിട്ട് എനിക്ക് ആ നേരത്തെ വേറെ ഒന്നും ഓർമ്മ തന്നില്ല, ഷെയ്ഖുനാനൊന്നും ഓർമ്മയില്ല. എടോ ആ നേരത്തല്ലേ നിങ്ങൾക്ക് ഷെയ്ഖുനാൻ ഓർമ്മ ഉണ്ടത്? ഒരു അസുഖം വരുമ്പോൾ ആ അസുഖം കൊണ്ട് വേദന കൊണ്ട് പൊളയുമ്പോൾ ഇത് മാറാനുള്ള എന്തൊക്കെ മാർഗങ്ങളുണ്ട്? മെഡിക്കൽ കോളേജ് എനിക്ക് ഓർമ്മ വന്നല്ലോ, ഹോസ്പിറ്റൽ ഓർമ്മ വന്നല്ലോ. ആ മെഡിക്കൽ കോളേജിനെക്കാട്ടിയും വലിയ മെഡിക്കൽ കോളേജായ ഷെയ്ഖുനാനെ മാത്രം എന്താ എനിക്ക് ഓർമ്മ കഴിഞ്ഞ്? അത് മനസ്സിലായില്ല. ഏതായാലും മെഡിക്കൽ കോളേജിൽ പോയി, മാസങ്ങളോളം പോയി, എല്ലാ വെള്ളിയാഴ്ചയും പോവും. അങ്ങനെ മൂത്രങ്ങൾ ടൈറ്റായിട്ട് ഇങ്ങനെ ബന്ധായി കിടക്കണം, നിസ്കരിക്കാൻ പറ്റാത്ത കോലത്തിലായി. അങ്ങനെ ഷെയ്ഖുനാൻ്റെ അടുത്ത് പോയി. അവസാനം അപ്പൊ ഷെയ്ഖുനാന്റെ ആദ്യത്തെ മറുപടി എന്ത്? മരുന്ന് കഴിച്ചാൽ മതി, ഓപ്പറേഷൻ വേണ്ട. ഈ പൊട്ടൻ അതും കുണുങ്ങിക്കാണ്ട് പോന്നിട്ട് അപ്പൊ തന്നെ മൂത്രക്കല്ല് തെറിച്ചു പോവുകയല്ലേ ചെയ്യണത്. മാസങ്ങളോളം പിന്നെയും കൊണ്ടുനടന്നു. സഹിക്കാൻ പറ്റാത്ത വേദന, നിസ്കാരം ഒഴിവാക്കി മാസങ്ങളോളം. അങ്ങനെ ഒരു തുള്ളി മൂത്രമൊഴിക്കാൻ പറ്റാത്ത കോലത്തിൽ ടൈറ്റായി, നാവ് ടൈറ്റായി, മൂത്രസഞ്ചി ടൈറ്റായി, മൂത്രക്കുഴൽ ടൈറ്റായി. അങ്ങനെ ഇടങ്ങാറായിക്കാണ്ട് വയറൊക്കെ കണ്ട് വീർത്ത് ബ്ലാഡറൊക്കെ ഇപ്പൊ പൊട്ടുന്നുള്ള കോലത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെയും പാഞ്ഞു. പിന്നെ കറാമത്ത് അത്ര പെട്ടെന്ന് ഫലിച്ചിട്ടില്ല കേട്ടോ. പിന്നെയും പാഞ്ഞു. പിന്നെ ചെന്നപ്പോഴും മൂപ്പര് തന്നെ പറഞ്ഞത് മരുന്ന് കഴിച്ചാൽ മതി, ഓപ്പറേഷൻ വേണ്ട. അത് മുടങ്ങി പിന്നെയും തിരിച്ചു പോന്നു. മാസങ്ങളോളം പിന്നെയും
പിന്നത്തെ പോക്കിന് ചോദിച്ചത്രേ എങ്ങനെ വന്ന കല്ലാണിത്. ഈ കല്ല് പാകിസ്ഥാൻ ചാരന്മാരിങ്ങനെ അതിർത്തി കയറി വരുന്നവരെ നൊയഞ്ഞു കയറി വന്നു. നമുക്ക് എങ്ങനെയുള്ള മൂത്രത്തിൽ കല്ല് വരല്? അപ്പൊ പിന്നെ സൈഖുനാന്റെ മറുപടി, താനേ വന്ന കല്ല് താനേ പോകും. താനില്ലാതെ ബാക്കിയുള്ള പോലെ മൂത്രക്കല്ലൊക്കെ പിന്നെ എങ്ങനെ വരല്? പല ബിൽഡിങ്ങിന് ഫൗണ്ടേഷൻ ഇടണമാതിരി 8-10 ആൾക്കാർ ഇങ്ങനെ തലയിലേറ്റി കൊടുത്തിട്ട് ഇങ്ങനെ മൂത്രസഞ്ചി ഇങ്ങനെ വൃഷ്ണം കീറിയിട്ട് അവിടെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കല ബാക്കിയുള്ള കല്ലൊക്കെ. താനേ വരലെന്നാണ് എല്ലാവരും കല്ലും, അത് താനേ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മാസങ്ങളോളം ഇങ്ങനെ കൊണ്ടുവരുന്നത് ഇയാളെങ്ങണ്ട് പിന്നെ ഒരിക്ക മൂത്രയിക്കാൻ പോയിട്ട് ചോരയും കല്ലൊക്കെ പാടാണ് തെറിച്ച് പോകുന്നു എന്നാണ് ഈ കഥന്റെ ബാക്കി. ഞാൻ പറയണത്, എന്തിനാടോ ഈ മാസങ്ങളോളം നിസ്കാരം ഒഴിവാക്കിച്ചത് എൻ്റെ ശൈഖുന? ഒരു വക്ത് നിസ്കാരം ഒഴിവാക്കാൻ പാടുണ്ടോ? ഇത്രത്തോളം ഇടങ്ങാറാവണ ഈ മുരീദ്, എൻ്റെ ഈ പിരാന്തം മടവൂരിന്റെ വാക്ക് കേട്ട് സ്വന്തം കുഞ്ഞിനെ വരെ അകാല മരണത്തിലേക്ക് നയിച്ച ഈ മുരീദ്, ആ മുരീദിന്റെ ഒരു മൂത്രക്കല്ലിന്റെ അസുഖം വന്ന ഒരു വക്ത് നിസ്കാരം ഒഴിവാകുമ്പോൾ ഉടനെ തന്നെ മൂത്രക്കല്ല് തെറിപ്പിക്കണ്ടേ? മടവൂര് അങ്ങനെ തെറിപ്പിച്ചിട്ടുണ്ടെന്നാണല്ലോ നിങ്ങളെ ചരിത്രം ഇല്ലേ? മടവൂർ അങ്ങനെ മൂത്രക്കല്ല് തെറിപ്പിച്ചൊരു ചരിത്രം എൻ്റെ നാട്ടുകാരൻ ഹംക്ക് മുനീർ വാക്ക് എന്നെ പറട്ടെ, കേട്ടോളി. താമരശ്ശേരി അങ്ങാടിയിലൊരു ചങ്ങായി, ഓന് ഞാൻ വട്ടക്കൊണ്ട് പള്ളിക്ക് നോക്കുമ്പോ ഒരു മൂത്രക്കല്ല് ഗൾഫിൽ നിന്ന് വന്നാ, ചെറിയ ജമാഅത്ത് ഇസ്ലാമിന്റെ ശാഖകളിലാളാ, സുന്നിയല്ല. അപ്പൊ അവന്റെ വാപ്പ സുന്നിയ. വാപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളോട് പറയാൻ എന്റെ മോനക്കൊരു കല്ലുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഓന് സുന്നിയാക്കാൻ തയ്യാറുണ്ടോ? നാളെ കല്ല് ഞാൻ പാത്തിപ്പിക്കുന്നതാണ്. ഓനും തന്നെ വിചാരിച്ചു, ഇനിയിപ്പത്തെ കട്ടക്കാലത്തിന് സുന്നിയായപ്പോ എന്താ വരാനുള്ളത്, 10-30,000 റുപ്യ ലാഭം കിട്ടില്ലേ വിചാരിച്ച് കണ്ടിന്റെ കൂടെ മടവൂരിക്ക് പോന്ന് ഒരു വലിയ ലിറ്റർ സംസമ്പളത്തിന് കുപ്പിയേറ്റും പോയി. മടവൂരിന്റെ മക്കാമിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ശൈഖ അവറുകളെ, ഈ കാഫറിനെ ഞാൻ കൊണ്ടുവന്നേക്കണ്ട് സുന്നിയാക്കാനാ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാ ഇവൻ ഈ മൂത്രക്കല്ല് പാത്തി പോണം. അത് മുഴുവാണ് കുടിപ്പിച്ചവിടുന്ന്. അതാണ് കുടിച്ചിട്ട് മൂത്രക്കല്ല് കിടക്കണു. 80 സ്പീഡിന്റെ മോട്ടറി ആട്ടേക്കാൻ മാതിരി ഒരു തൂറ്റല്. ചോരയും കല്ലും പാടം ഇങ്ങോട്ട് പോന്ന്. കേട്ടില്ലേ? ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെ ചെറിയ ശാഖയുള്ള ഒരാള് അവനെ കുറിച്ച് കാഫിർ എന്ന് പറഞ്ഞിട്ടോ, ഞങ്ങൾ മുജാഹിദീനും ജമാഅത്തേരൊന്നും കാഫറാക്കില്ല എന്ന് പറയാൻ പോണ്ട. അങ്ങനെ ഓന് മൂത്രക്കല്ല് വന്നപ്പോ എന്തോ ഘട്ടക്കാലത്തിന് ഇവന്റെ അടുത്ത് തന്നെ എത്തിപ്പെട്ടത്. അവൻ പറഞ്ഞു, എൻ്റെ മൂത്രക്കല്ല് ഞാൻ ശരിയായി തരാം, ജസ്റ്റ് മണവൂരിന്റെ അടുത്ത് പോയാൽ മതി, സുന്നിയാവോ എന്ന് ചോദിച്ചു. അങ്ങനെ മണവൂരിന്റെ ജാറത്തങ്ങൾ കൊണ്ടുപോയിട്ട് ഇവൻ പറഞ്ഞു, ഷെയ്ഖ് അവറുകളെ, ഞാനൊരു കാഫറിനെ സുന്നിയാക്കാൻ വേണ്ടി കൊടുന്നാണ്, ഉടനെ നിങ്ങൾ എൻ്റെ മൂത്രക്കല്ല് തെറിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 1 ലിറ്റർ വെള്ളമാണ് കുടിച്ചപ്പോൾ 80 ചിപ്പിന്റെ മോട്ടോർ സ്റ്റാർട്ടാക്കിയ മാതിരി പുഞ്ചിട്ട് മൂത്രക്കല്ല് അങ്ങോട്ട് തെറിച്ചാണ്ട് പോയി എന്നാ പറയണത്. എന്താ അതിന്റെ പവർ? വല്ല ഏറഗണ്ണെന്ന് ഉണ്ട തെറിക്കണ മാതിരി. അങ്ങനെ ബാത്റൂമിന്റെ ചുമരും തുളച്ച് പുറത്തേക്ക് തെറിച്ചു പോയ മൂത്രക്കല്ല് ചിന്നിച്ചിതറി തൊട്ടടുത്തുള്ള 2 തെങ്ങിൻ തൈകളുടെ പട്ടകൾ ഒടിഞ്ഞു വീണു. ഏതോ വേട്ടക്കാരൻ വെടിവെച്ചതാണെന്ന് കരുതി തൊട്ടടുത്ത കാട്ടിൽ നിന്നും കുറുനരികളും മുള്ളംപന്നികളും പെരിച്ചാഴികളും 4 ഭാഗത്തേക്കും ചിതറിയോടി. സമീപത്തുള്ള ഒരു വീടിന്റെ ജനൽ ചില്ലിന് സാരമായ പരിക്ക് പറ്റി. ഏതായാലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും കൂടി പറഞ്ഞാളാ നമുക്ക്. എന്തിനെ കുറക്കണ്? കൗമ് മുണങ്ങിക്കോളൂലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു ശാഖയുള്ള ഒരുത്തന്റെ മൂത്രക്കല്ല് തെറിപ്പിക്കാൻ മടവൂര് ഉടനെ സ്പോട്ടിൽ തന്നെ തെറിപ്പിച്ചുന്നുണ്ട്. എന്നിട്ടാണ് ഈ മുരീദ് കാലി നക്കി ജീവിക്കണ മുരീദിന്റെ മൂത്രക്കല്ല് മാസങ്ങളോളം നമസ്കാരം ഒഴിവാക്കി, എല്ലാ ജോലികളും ഒഴിവാക്കി, വളരെ ഇടങ്ങാറായി കുടുങ്ങി അക്കോലത്തിൽ കൊണ്ടുവരുന്നത് മടവൂര്. മനസ്സിലായോ? പിന്നെ കുറെ ആയപ്പോ മൂത്രക്കല്ല് ഇങ്ങനെ ആയപ്പോ ചിലതങ്ങ് തെറിച്ചു പോകും. സ്വാഭാവികമാണ്, പല ആൾക്കാർക്കും അങ്ങനെ ഉണ്ടാവലുണ്ട്. മൂത്രയിക്കുമ്പോൾ തെറിച്ചു പോകും. അത് മടവൂരിന്റെ കറാമത്ത്. എന്തു കറാമത്തോടോ എൻ്റെ മടവൂരിന്? അയാൾക്ക് തന്നെ വയറിളക്കം പിടിച്ചിട്ട് ലൂസ് മോഷൻ പിടിച്ചിട്ട് അയാൾ ലൂസായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ സ്വന്തം മലം ടൈറ്റാക്കാൻ പറ്റാത്ത മടവൂരാണ് ഇവന്റെ ടൈറ്റായി കിടക്കണ മൂത്രം ലൂസാക്കാൻ പോണത്. ആലോചിച്ചൂടെ നിങ്ങൾക്കൊക്കെ? തമാശ പറയല്ല. അയാൾക്ക് വയറിളക്കം പിടിച്ച കഥ കേട്ടോളി. പിന്നെ മൂപ്പരിക്ക് ഈ ലൂസ് മോഷൻ ഉണ്ടായി. ലൂസ് മോഷൻ ഉണ്ടായപ്പോൾ മൂപ്പര് തന്നെ ബാത്റൂമിൽ പോകും, വരും, അവിടെ ഇരിക്കും, രണ്ടാമത് പിന്നെ ബാത്റൂമിലേക്ക് പോകും, പിന്നെ വരും, പിന്നെ ബാത്റൂമിൽ പോകും. അപ്പോൾ ചെറിയ മമ്മൂദായ കുട്ടിയാജി പറഞ്ഞ്, ഇതിൽ എന്തെങ്കിലും മരുന്ന് കുടിക്കേണ്ടതെന്ന്. മരുന്നിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ. അത് വയറ്റിൽ നിന്നൊരു പോയി കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കും, പിന്നെ അത് ഉണ്ടാവില്ലല്ലോ തന്നെ. അപ്പം അത് പറഞ്ഞ് നിൽക്കുന്ന അവിടെ വന്ന് ഇരുന്ന് അപ്പോൾ ഇനി ബാത്റൂമിലേക്ക് പോയപ്പോൾ പിന്നെ മുഖർ വന്നപ്പോൾ ആദ്യം ഒരു കുപ്പിയിലുള്ള എന്തോ ഒരു കുപ്പിയുണ്ട്, രസമലക്ഷം എന്തോ ഒരു സാധനം എന്താണ് വയറ്റുമാണ്. അപ്പോൾ അത് കൊട്ടത്ത് കുടിച്ചാൽ തന്നെ എന്നപ്പോൾ നിൽക്കും തന്നെ. അപ്പം മൂപ്പര് പറഞ്ഞ വർത്താനം, ആദ്യം കുടിക്കൂ, എനിക്ക് നിൽക്കും തന്നെ. ആദ്യം ഉള്ളു കുടിക്കേണ്ടി വന്നു. അപ്പൊ മുദബ്ബിറുൽ ആലത്തിന് ലൂസ് മോഷൻ, മടവൂരിന് വയറിളക്കേ, കക്കുസുക്ക് പായ ഇങ്ങനെ പോരാ, പോരാ. അതിൻ്റെ ഇടയിൽ വിമാനമൊക്കെ നിയന്ത്രിക്കണ്ടേ, തീവണ്ടി നിയന്ത്രിക്കണ്ടേ, അപകടങ്ങൾ നിയന്ത്രിക്കണ്ടേ. ഇയാൾ കക്കുസ് പോയി എന്തൊക്കെ നടക്കുവോ? ഒന്ന് ആലോചിച്ചാൽ കാണി. വയറിളക്കം പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ അവസ്ഥ. മടവൂരിന്റെ പോട്ടെ, നമ്മളൊരവസ്ഥ എന്തായിരിക്കും?
വയറിളക്കം പിടിച്ചു. നേരെ മൂടും പൊത്തിയിട്ട് കക്കൂസുക്ക് പായും. അതിൻ്റെ ഇടയിൽ വീട്ടിലെ കുട്ടികൾ കളിക്കുന്ന ചെറിയ വിമാനത്തിലെ ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ പരന്ന് കിടക്കുകയാണെങ്കിൽ കാലുകൊണ്ടൊന്ന് തട്ടിയിട്ട് ഒന്ന് മൂലക്കാക്കാൻ പോലും നമ്മൾ നിൽക്കുമോ? നേരെ കക്കൂസ് പോയി എന്നല്ലാതെ. അതന്നെയല്ലേ മടവൂരിന്റെ അവസ്ഥ. അയാൾ മനുഷ്യനല്ലേ? വയറിളക്കം പിടിച്ചു കഴിഞ്ഞാല് നേരെ കക്കൂസ് പോയി എന്നല്ലാതെ വിമാനം കൂട്ടിമുട്ട്, തീവണ്ടി മറിയേ, ബസ് തല കുത്തനാകെ എന്തിനായിക്കോട്ടെ, എനിക്കിപ്പോ കക്കൂസ് പോകണമെന്നു പോകൂലേ? മടവൂർ അതന്നെ ചെയ്തു. കക്കൂസ് പോയിരിക്കുകയാണ് മുതപ്രലാരം, ലോകം നിയന്ത്രിക്കേണ്ട ആള്. അപ്പോഴാണ് ചെറിയ മറ്റേ ആചാര്യ ദിശമൂലാരിഷ്ടം കൊടുക്കണത് വയറിളക്കം പിടിച്ചാക്കി. സാധാരണ അരിഷ്ടങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ വയറ് ലൂസാകുക ചെയ്യുക. ആ മടവൂര് അയാളോട് പറഞ്ഞു, ആചാര്യ കുടിച്ചോളൂ, കാരണം മടവൂര് അതിന് ബുദ്ധിയുണ്ട്. ഇതിപ്പോ ഇയാളെ അരിഷ്ടം കുടിച്ചു കഴിഞ്ഞാൽ ഇനി ലൂസായി പോകുന്ന മടവൂര് മനസ്സിലായി. അപ്പൊ ആചാര്യ കുടിച്ചോളൂ പറഞ്ഞാണ് ആചാര്യമ്പാടെ കുടിപ്പിച്ചു. കാരണം ആചാര്യക്കുമ്പാടെ വയറിളക്കം പിടിച്ചു കഴിഞ്ഞാൽ രണ്ടാക്കുമ്പാടെ കക്കൂസിലിരുന്ന് നിങ്ങൾ ലോകം നിയന്ത്രിക്കാമല്ലോ. ലോകം നിയന്ത്രിക്കുമ്പോൾ നേരം പോക്കിന് വർത്താനം പറ ഒരാൾ വേണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, സ്വന്തം വയറിളക്കം ലൂസ് മോഷൻ ടൈറ്റ് ആക്കാൻ പറ്റാത്ത ആളാണ് മറ്റോന്റെ ടൈറ്റായി കിടക്കണം മൂത്രം ലൂസാക്കാൻ പോകുന്നുണ്ട്. വല്ല എന്തുകൊണ്ട് ഹംക്കുകളങ്ങൾക്ക് തലച്ചോറ സാധനം ഉണ്ട് നിങ്ങൾക്കൊക്കെ. ഒരു മനുഷ്യന്റെ എല്ലാ ശാരീരിക ദുർബലതകളും അനുഭവിച്ച ആളാ നിങ്ങളെ ഈ പിരാന്തം മടവൂരൻ. മനസ്സിലായോ? ഈ മടവൂരിന് ആയിരക്കണക്കിന് കറാമത്താണ് അവർ പറയണത്. കണ്ടതും കേട്ടതും അറിഞ്ഞതും അറിയാത്തതും എല്ലാം കറാമത്ത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംഭവങ്ങളുടെയും ഉത്തരവാദിത്തം മടവൂരിനാണ് ഏൽപ്പിച്ചെടുക്കും. അതൊക്കെ മടവൂരിന്റെ കറാമത്ത് തന്നെ. മടവൂരിന് ഒരു കറാമത്ത് ഉണ്ടാക്കി കൊടുക്കണ കോലം കണ്ടോളി. ഇതാ ഈ മടവൂർ കാഫിലക്കാരൻ നടത്തിയ ഇന്റർവ്യൂവിനെ കണ്ടോളി. മഹാനായ സി.എം. വലിയുള്ളാന്റെ അനുഭവങ്ങൾ നമുക്കൊക്കെ ധാരാളമുള്ളത് തന്നെയാണ്. എനിക്ക് തന്നെ എൻ്റെ ഉസ്താദ് 4 വർഷം മുമ്പ് വഫാത്തായിപ്പോയി. വഫാത്താകുന്നത് വരെ മക്കളുണ്ടായിരുന്നില്ല. ഒരിക്കൽ സി.എം. വലിയുള്ളാൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്ക് മക്കളില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് മക്കളുണ്ടാവും, നിങ്ങൾ ബേജാറാണ്ട. ഇന്ന് ഉസ്താദിൻ്റെ മക്കളായിട്ട് ഞങ്ങളൊക്കെയാണ് വർഷം തോറും ഉസ്താദിൻ്റെ ആണ്ട് കഴിക്കുന്നതും ഓരോ ദിവസവും ആ ഉസ്താദിൻ്റെ പേരിൽ ഫാത്തിഹായാലും യാസീനായാലും മറ്റൊക്കെ അതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സി.എം. വലിയുള്ളാൻ്റെ ഒരു വാക്കാണ്. അത് ഇന്നും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കണ്ടില്ലേ, കറാമത്തുണ്ടാക്കണ കോലാണിത്. മടവൂരിന് എങ്ങനെയോ കറാമത്തില്ലാതിക്കുക. അപ്പൊ ഇയാൾ പറയാ, അച്ചങ്ങാതി പറയാണ്, കാസർഗോഡ് ആ ഭാഗത്തം കണ്ടാണ് ഇയാളെ ഉസ്താദിന് മരണം വരെ കുട്ടികളില്ലായിരുന്നു. അപ്പൊ മടവൂരിനോട് പോയി പരാതി പറഞ്ഞു, എനിക്ക് കുട്ടികളില്ല ഷെയ്ഖുന എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞു, മക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. മരണം വരെ മക്കൾ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇയാൾ വ്യാഖ്യാനിക്കാണ്, ഉസ്താദിന്റെ ശിഷ്യന്മാരായ ഞങ്ങളൊക്കെ തന്നെയാണ് ഉസ്താദിന്റെ മക്കള്, അതാണ് മടവൂരിന്റെ കറാമത്ത്. അത് പറഞ്ഞിട്ട് ചെല്ലിയാണ് ഉസ്താദിന്റെ പേരേക്ക്, ഞങ്ങളൊക്കെ ഉസ്താദിന്റെ മക്കളാണ്, ഉസ്താദിന്റെ സ്വത്തവകാശം ഞങ്ങൾക്കും വേണം. എന്നിട്ട് ഉസ്താദിന്റെ കെട്ടികളെ കെട്ടിപ്പിടിച്ചൊന്ന് കെടുന്നു നോക്കി മാന്നും വിളിച്ചിട്ട് ഞങ്ങൾ ഉസ്താദിന്റെ മക്കളാന്ന് പറഞ്ഞിട്ട് മാനാഭിമാനമുള്ള പെണ്ണാഞ്ചോറ് ഒറ്റ ചവിട്ടാണ്ട് തരും. അപ്പൊ ഞങ്ങൾ ഉസ്താദിന്റെ മക്കളാണ്. കാരണം മടവൂർ പറഞ്ഞിട്ടില്ല മക്കൾ ഉണ്ടാകുന്നുള്ളു. അപ്പൊ ഇയാൾക്ക് ഭാര്യ ഗർഭം ധരിച്ച് മക്കൾ ഉണ്ടായില്ല. അപ്പൊ കറാമത്ത് പൊളിഞ്ഞു എന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ ഉസ്താദിന്റെ മക്കളാണ്. ഇതാണ് മടവൂരിന് കറാമത്ത് ഉണ്ടാക്കണ കോലം. ഇങ്ങനത്തെ കറാമത്ത് ഏത് ചാത്തപ്പനുണ്ടാക്കി കൊടുക്കോ? ഏത് ബേലായുധനുണ്ടായിക്കൂടെ? ആർക്കും അങ്ങനത്തെ കറാമത്തില്ലാത്ത ഇവിടെ കഴിഞ്ഞില്ല. ഇനി വേറൊരു മുരീദ്, അയാൾ എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും മടവൂരിനോട് അയാൾ പോയി പറയലത്രേ. ഇസ്ലാമിലേക്ക് വന്നൊരു ചങ്ങായിയാണ്, ക്രിസ്ത്യാനിസത്തിൽ നിന്ന് വന്ന സ്ഥലം പതായി പോയിന്നുള്ളൂ. അയാൾ അനുഭവം ഒന്ന് പറഞ്ഞു കേട്ടോളി. അങ്ങനെ മഹാനാറോട് പറയുകയാണെങ്കിൽ വേറെ പല അനുഭവങ്ങൾ പലതും എനിക്ക് വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അനുഭവം എന്ന് പറഞ്ഞാൽ പല ഏത് വിഷമം വന്നാലും മൂപ്പരെ വിളിച്ചാൽ എനിക്ക് ഉത്തരവുണ്ട്. മുഹിബ്ബീങ്ങളായ ആളുകൾ പറയലുണ്ട്, ഏത് വിഷമത്തിനും ഷെയ്ഖുനാനെ വിളിച്ചാൽ അതിന് പരിഹാരമാണ്, റഹ്മത്താണ്. അപ്പം ഷെയ്ഖുനാടുത്ത് നിങ്ങൾ ചെന്നപ്പോ ചോദിക്കട്ടെ, ഷെയ്ഖുനാടുത്ത് നിങ്ങൾ ചെന്നു, അപ്പൊ നിങ്ങൾക്ക് എന്ത് അസുഖമായിരുന്നു? എനിക്ക് ഒരു കടിക്കൽ, ചൊറിച്ചിൽ. അതൊരു ഈ ചട്ടി ഇടുമ്പോൾ പണിയെടുക്കുന്നുണ്ടല്ലോ, അന്ന് കേരളത്തിൽ പണിയെടുക്കും നാട്ടില്, ആ സമയത്ത് ഇവിടെ കടിക്കൽ. അത് ഞാൻ ഓയിൽമെന്റ് ഒന്നും പെരട്ടിട്ടൊന്നും കുറയുന്നില്ല. മരുന്നൊക്കെ മേടിച്ചു, ഏത് ആശുപത്രി പോയിട്ടും ശിവയാകിയ അത് പിന്നെയും വരും. അങ്ങനെ ആലി ഉസ്താദ് പറഞ്ഞു, ആലി ഉസ്താദ് നമുക്ക് മടവൂർ ഷെയ്ഖിന്റെ അടുത്ത് പോകാം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ. അന്ന് നിങ്ങൾ ക്രിസ്ത്യാനിയാണ്? അന്ന് ഞാൻ ക്രിസ്ത്യാനിയാണ്, ഇസ്ലാമെ സ്വീകരിച്ചിട്ടില്ല. അല്ല, അപ്പൊ ഈ ആലി ഉസ്താദുമായിട്ട് നല്ല ബന്ധമുണ്ട്? ബന്ധമുണ്ട്, അല്ലെ? ഉസ്താദ്മാർക്കായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ആലി ഉസ്താദ് പറഞ്ഞു നമുക്ക് മടവൂർ ഷെയ്ഖിന്റെ അടുത്ത് പോകാം. അപ്പൊ എങ്ങനെ, എവിടെ? കോഴിക്കോട് മമ്മൂട്ടി മൂപ്പന്റെ ഷെയ്ഖിന് പള്ളിയുണ്ടല്ലോ, മമ്മൂട്ടി മൂപ്പന്റെ പുരയിലുണ്ട്, മാളികയിൽ മേളിൽ. അപ്പൊ അവിടെ പോയ പാടെ എന്റെ രോഗം മാറി. അപ്പൊ ഇച്ചങ്ങായി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മടവൂരിനെ വിളിച്ചു പറയത്രേ. അങ്ങനെ ഇയാൾക്കൊരു പ്രശ്നം എന്ത്? ഷെഡ് അലർജി. ഈ ചന്തീന്ന് 10 രൂപയ്ക്ക് 3 കിട്ടുന്ന ലോക്കല് ആ കൂറ ഷെഡ് വാങ്ങിയിട്ടുണ്ടാവേ. അങ്ങനെ അലർജി ആയപ്പോൾ അത് മടവൂരിനോട് പറഞ്ഞ് അങ്ങനെ മടവൂരിന്റെ കറാമത്ത് കൊണ്ട് അലർജി മാറിയെന്നാറുണ്ട്. അങ്ങനെ എന്തു പ്രശ്നങ്ങളുണ്ടെങ്കിലും മൂപ്പര് മഹാനവർകളോടെ ചെന്നിട്ടാ പറയാം. ആ ഇയാള് ഒരു ജീവിതത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടായപ്പോ ഇയാളെ അവസ്ഥ എന്താന്നുള്ളത് ഇയാളെന്നെ പറയട്ടെ. അതുപോലെ തന്നെ അഷ്റഫിക്ക
ഒരു മാസത്തിൽ 14,000 മൂവായിരം അല്ലേ, 3,000 രൂപയോളം മരുന്ന് തന്നെ വാങ്ങാൻ ചെലവിനും മരുന്നിനും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. കിടന്ന കിടപ്പാൽ തന്നെ കണ്ടല്ലേ മലമൂത്ര വിസർജനം എടുത്തു വെക്കുന്ന ഒരു വിഷമത്തിലാണ് ഉള്ളത്. കാലിന്റെയൊക്കെ അവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. 2 കാലും ഓപ്പറേഷൻ തെങ്ങ് വീണതല്ലേ, ഉയരമുള്ള തെങ്ങായിരുന്നു. ഒരു 10-60 ഫീറ്റ് നിങ്ങൾ ഈ വരുന്നിടത്തേക്ക്. അതെ അതെ, കൈയെല്ലാം ഒടിഞ്ഞതാ, കൈ സ്ക്രൂവാ. അപ്പൊ ഇയാള് തെങ്ങുമെന്ന് വീണിട്ട് ഇയാള് കയ്യും കാലും ഒടിഞ്ഞ് ആകെ തൂഫാനായി വർഷങ്ങളോളം ആ കെടുത്തം കെടുക്കാണ്. ആ മറ്റേ മടവൂര് കാഫിലക്കാരൻ അല്ലാഹു ഷിഫിയാകട്ടെ, എന്തിനാ മടവൂരിനെ കൊണ്ട് ഷിഫിയാക്കാൻ കഴിയൂലേ? മടവൂരെന്തേ രക്ഷിക്കായിരുന്നു. ഈ ഷെഡി അലർജിയുള്ള മുരീദിന്റെ ചന്തിമത്തെ ചൊറി വരെ മാറ്റി കൊടുത്ത മടവൂര് ഇയാൾ തെങ്ങുമക്കേരിലെന്ന് പണി. അപ്പോൾ ചിലപ്പോൾ പിന്നെ കറാമത്തിന്റെ ചാർജ് കഴിഞ്ഞിട്ട് ആ പോയ അലർജി പിന്നെയും വന്നിട്ട് ഇയാൾ ചൊറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ചന്തി ചൊറിയാൻ വേണ്ടി തെങ്ങുമ്പോൾ കയറുമ്പോൾ കൈ വിട്ടിട്ടുണ്ടാവും. അങ്ങനെ കൊയിഞ്ഞാടി, അങ്ങനെ ആയിക്കോട്ടെ, കൊയിഞ്ഞാടി ഇപ്പോൾ ഇയാൾക്ക് മടവൂരിനും ഓർമ്മ വന്നില്ലേ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മടവൂരിനെ വിളിക്കരുന്ന ഇയാൾ പറഞ്ഞത്. അപ്പോൾ മടവൂരിന് ഓർമ്മ വന്നില്ലേ? ഇനി ഓർമ്മ വന്നില്ലെങ്കിലും മടവൂരിനും മുരീദിനെ ഓർമ്മ വേണമല്ലോ. എന്താണോ മടവൂര് രക്ഷിക്കായിരുന്നു? എന്നിട്ട് വർഷങ്ങളോളം ഈ കിടത്തം കിടക്കുകയാണ്. ഇതാണ് പോലെ മടവൂരിന്റെ കറാമത്ത്. ഇതൊക്കെ ലോക്കൽ കറാമത്ത്. മരിച്ച ആള് മടവൂരിന്റെ സലാം അടക്കിയ കഥ അത് കേട്ടോളി. അങ്ങനെ ഇയാൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ കോഴിക്കോട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും കോഴിക്കോട് ചോദിച്ചു. പിന്നെ അപ്പം ഞാൻ അയാളോട് സ്നേഹമായി. എന്നതിന് ശേഷം ഇയാൾ ഒരു അനുഭവം പറഞ്ഞു എന്നോട്. അയാൾ മരിച്ചുപോയി. CMന്റെ അടുത്ത് ചെന്നപ്പം CM ഞാൻ പോവാൻ തന്നെ പോയിക്കോ, ആ ഗൂഡല്ലൂർ ഒരു PT ആമിറ്റി മുസ്ലിം എന്ന് പറഞ്ഞ ഒരാളുടെ അയാൾ സലാം പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു. CM പറഞ്ഞു. ഇയാൾ കൂടെ വന്നപ്പോൾ ഈ ആമിറ്റി മുസ്ലിം എന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയി. ഇപ്പോൾ ഇയാളെ കണ്ടൊക്കെ നീച്ചെന്നു എന്നാണ് പറഞ്ഞത്. CMന്റെ ആ അസ്സലാമലൈക്കും പറഞ്ഞിട്ട് CM വന്നു. ഇതൊരു കേട്ട കഥയാണ്. അപ്പോൾ ഒരു ചങ്ങായി ഇയാളോട് പറഞ്ഞതാണ് എന്ത്, മടവൂരിൻ്റെ അടുത്ത് പോയപ്പോൾ മടവൂരെ ഞാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ ആ പോണ പോക്കിൽ ആ ഗൂഡല്ലൂരുണ്ട് PT അയ്മുട്ടി മൊയ്യേര് മൂപ്പരോടൊന്ന് സലാം പറഞ്ഞോളോ പറഞ്ഞു. ആ മടവൂര് ഏൽപ്പിച്ചതല്ലേ. ഇയാൾ പോയി നോക്കുമ്പോൾ PT അയ്മുട്ടി മൊയ്യേരുടെ മരിച്ചെടുക്കണം, മൂക്കിൽ പഞ്ഞൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതിലാണ് ഇയാൾ ചെന്നിട്ട് മടവൂരിനോട് സലാം പറഞ്ഞു അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ ആ മരിച്ചു കിടക്കണ മനുഷ്യൻ നിർക്കനം നീച്ചിട്ട് അലൈക്കും അസ്സലാം എന്ന് പറഞ്ഞിട്ട് ഒറ്റ കിടക്കല്. പിന്നെയും മരിച്ചു. ഇതൊക്കെ വിജയിക്കാൻ കൗമുണ്ടല്ലോ പല കൂട്ടത്തിൽ. ഇവിടെ നിങ്ങളെ മരിച്ചുപോയ എത്ര നേതാക്കന്മാരുണ്ട് ഇവിടെ. നിങ്ങളെ ഉള്ളാൾത്തങ്ങൾ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഏറ്റവും വലിയ നേതാവ്. അങ്ങനെ തുടങ്ങി നിങ്ങളെ കണ്ണിയത്ത്, നിങ്ങളെ EK അബൂബക്കർ മുസ്ലിയാർ, അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ എത്ര കൊലകൊമ്പന്മാർ മരിച്ചിട്ടുണ്ട്. ഇന്നും സമസ്ത AP ആണോ EK ആണോ യഥാർത്ഥ സമസ്ത എന്ന് തർക്കം നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ EKന്റെ കബറങ്ങ പോയിട്ട്, കണ്ണിയത്തിന്റെ കബറങ്ങ പോയിട്ട്, വരക്കൽ മുല്ലക്കോയ തങ്ങളെ കബറങ്ങ പോയിട്ട് ഏതാണ് ശൈഖുന സത്യം എന്ന് പറഞ്ഞിട്ട് ഒരു കബറക്കണ്ട് പൊട്ടിപ്പൊളന്നിട്ട് പുറത്തുകൊണ്ട് വന്നിട്ട് ഇതാകുന്നു സത്യം, EK സമസ്തയാണ് സത്യം, അല്ലെങ്കിൽ AP സമസ്തയാണ് സത്യം. ഡും ഒറ്റ മരിച്ചല് വല്ലതും നടക്കൊണ്ട് ഇവിടെ. ഏതോ ഒരു PT അയ്മുട്ടിയേര് മറ്റോ എന്നോട് പറഞ്ഞു, ഓനോട് പറഞ്ഞു, ഇവനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും കേട്ടിമെങ്കിലും അതങ്ങനെ തള്ളി മറിക്കന്നെ ഒക്കെ കറാമത്ത്. മനസ്സിലായോ? അപ്പൊ എന്തിനാണ് സഹോദരങ്ങളെ ഇത്തരം കള്ളക്കഥകൾ, നിറം പിടിപ്പിച്ച കള്ളക്കഥകൾ ഒരു ഭ്രാന്തന്റെ മേൽ കെട്ടിവെച്ച് പ്രചരിപ്പിക്കാനുള്ള കാരണം എന്താ? ഇതുകൊണ്ട് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിൽ ഒന്നാമനാണ് ഈ മടവൂർ കാഫിലക്കാരൻ. ഓനെന്താ ജോലി? ഒരു ലത്തീഫി ബിരുദമുണ്ട്, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഇതുകൊണ്ട് ഈ മടവൂരിന്റെ മയ്യത്തും വിറ്റിത്തുനിന്ന് ജീവിക്കലാണ് അവന്റെ പണി. ഓന്റെ സമ്പത്ത് മുഴുവൻ എങ്ങനെയാണ്? ഓൻ വീടുണ്ടാക്കിയ ചരിത്രം ഓൻ പറയുന്നുണ്ട്, കേട്ടോളി. എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാ. ഏകദേശം ഒരു കൊല്ലത്തിന് മുമ്പ് ഞാനൊരു ചെറിയ വീടുണ്ടാക്കാൻ ആഗ്രഹിച്ചു. ഞാൻ ആഗ്രഹിച്ചു. എന്റെ അനുഭവം പറയുന്നത്, ആ സമയത്ത് എന്റെ 2 കൂട്ടുകാർ എന്റെ അടുത്ത് മടവൂർ ശൈഖുനായുടെ ഒരുപാട് ആശാനുകളുണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാരനായ ഒരു സഖാഫിയും ഒരു തങ്ങളും പറഞ്ഞ്, ഹബീബെ നിങ്ങൾ ഈ വീടൊന്ന് വലുതാക്കും പറ്റേ പോയല്ലോ എന്ന നിലക്ക് എന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വീടൊന്ന് പൊളിച്ചു. CM വലിയുള്ളാന്റെ ആണ്ടിന് ആ വീടിന് കല്ലിട്ട്. പഠിച്ചവനെ അവർ കുറെ നോക്കിയിട്ട് നടന്നില്ല. വീട് ഏതായാലും ഒരു മാസം അവർ കുറെ ആൾക്കാർക്ക് പോയി നോക്കി, പക്ഷെ നടന്നില്ല. അവർ പിന്നെ അവിടെ നടന്നില്ല. ഞാനാണെങ്കിൽ വാടക വീട്ടിലേക്ക് മാറുകയും ചെയ്യും. വാടക വീട്ടിലേക്ക് മാറുമ്പോൾ എനിക്കാണെങ്കിലോ ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ ഒരു ഇല്ല. വാപ്പക്കാണെങ്കിലോ സുഖമില്ലാത്ത ജോലിക്കൊന്നും പോകാത്തൊരു ഉപ്പയാണ്, പ്രായമുണ്ട്. ഇപ്പൊ വീട്ടിൽ തന്നെയാ. ഞാൻ പറയുന്നത് എന്റെ അനുഭവം പറയാ. കല്ലിട്ടു ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാ കല്ലിട്ടതിന് ശേഷം പണി തുടങ്ങി. അപ്പൊ ആ പഴയ വീട് പൊളിച്ചു കളഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ 40,000 രൂപ. ആ പഴയ വീടിന്റെ ജനലും കട്ടള ഇഷ്ടികൊക്കെ കൊടുത്തപ്പോൾ 40,000 രൂപ കിട്ടി. അതിലൊരു 20,000 രൂപ കൊണ്ട് ഞാൻ ഒരു വാടക വീട് എടുത്തു. ബാക്കി 20,000 രൂപ കൊണ്ട് വീടിന്റെ പണിക്കിറങ്ങി. ഞാൻ അൽഹംദുലില്ലാ ഏകദേശം എനിക്ക് തന്നെ അറിയില്ല, ഒരു പലിശയുമായിട്ടോ ബാങ്കുമായിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. അൽഹംദുലില്ലാ എന്റെ ഒരേ ഘട്ടങ്ങൾ വരുമ്പോഴും ഞാൻ മടവൂർ ശൈഖുനയോട് പറയും, അതായത്
ജനൽ വെച്ച് ഇനി സൈഡ് വാർക്കണം, മേൾ വാർക്കണം, 4 ലക്ഷം രൂപയാണ് എൻ്റെ അടുത്ത് കോൺട്രാക്ടർ ആവശ്യപ്പെട്ടത്. ഞാൻ എവിടെ പോയി ചോദിക്കാനാ, ആരെടുത്ത് ചോദിക്കാനാ? ഞാൻ മടവൂരി ശൈഖുനാനെ പോയി സിയാറത്ത് ചെയ്തു. അന്ന് രാത്രിയിൽ എന്നെ ഒരാൾ വിളിക്കുന്നു. അയാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാ, ഉസ്താദേ ഞാൻ നിങ്ങൾക്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇടുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എനിക്കൊന്ന് പറഞ്ഞേരി എന്ന് പറഞ്ഞു. ഞാൻ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കാഫിലെ കാണാൻ അതൊന്നും എനിക്കറിയില്ല. ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു, അക്കൗണ്ട് നമ്പരൊക്കെ കൊടുത്തു. 4 ലക്ഷം രൂപ ഞാൻ കണക്കും പറഞ്ഞിട്ടില്ല, അയാളോട് ഒന്നും പറഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം ആളെ വിളിക്കുന്നത് വെള്ളിയാഴ്ചയാണ്, തിങ്കളാഴ്ചക്കെ ചൊവ്വാഴ്ചക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അൽഹംദുലില്ലാ തിങ്കളാഴ്ച രാവിലെ സുബഹിക്ക് എണീക്കുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പം എൻ്റെ അക്കൗണ്ടിൽ 4 ലക്ഷം രൂപ. അങ്ങനെ ഏകദേശം 1 കൊല്ലം കൊണ്ട്, അതായത് ഈ ആണ്ടിന് വീട് വെക്കാൻ തുടങ്ങി പിറ്റേ ആണ്ടായ ശവ്വാലിൽ ഞാൻ വീടിന്റെ കയറി താമസിക്കലും ഉറൂസ് നടത്തി 57 ലക്ഷം രൂപയുടെ വീട് മടവൂര് ശൈഖുന എനിക്ക് തന്നതാ. അപ്പൊ ഇവന് 57 ലക്ഷം റുപ്യന്റെ വീടുണ്ടാക്കിയെന്നായി പറയണത്. ചെറിയൊരു വീടുണ്ടാക്കാൻ ആഗ്രഹിച്ച ഇവന് 57 ലക്ഷം റുപ്യന്റെ വീട്. 57 ലക്ഷം റുപ്യന്റെ വീട് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ വീടാണ്. എങ്ങനെ വീടുണ്ടായി? ഇവന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ പൈസ വരികയാണ്. വാർപ്പിന്റെ സമയത്ത് അത്ര ലക്ഷം വന്നു, അങ്ങനെ എത്ര ലക്ഷം വന്നു. അല്ലാതെ മടവൂർ ഇങ്ങനെ കോലം മാറി വന്നിട്ട്, അല്ലെങ്കിൽ മടവൂർ ഇങ്ങനെ വന്നിട്ട് നല്ല ഇങ്ങനെ 500-ൻ്റെയും 2000-ൻ്റെയും നോട്ട് ഇങ്ങനെ കെട്ടാക്കിയിട്ട് ഏതായാലും ഇതിന്റെ കറാമത്തും തപ്പി ഇങ്ങനെ നടക്കല്ലേ, ഊര് തണ്ടി നടക്കല്ലേ, എന്നാ പിടിച്ചാ ഊര് തണ്ടി ഈ പൈസ പിടിച്ചോ, ഇതുകൊണ്ട് വീടുണ്ടായിക്കോന്ന് പറഞ്ഞിട്ട് മടവൂർ പ്രത്യക്ഷപ്പെട്ട് കൊടുത്തതല്ല. ഇവന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു. എങ്ങനെയാ അവന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്? ആ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന കോലം കണ്ടോളി. ഞാൻ ഇവനൊന്ന് വിളിച്ചിരുന്നു. ഞാൻ വിളിച്ചത് ഇവന്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഒരു സംശയം തീർക്കാൻ വേണ്ടി വിളിച്ചതാ. ആ വിളിച്ചപ്പോ ഇവന്റെ പ്രതികരണം കേട്ടോളി. ഹലോ, അസ്സലാമലൈക്കും. ഞാൻ ഉസ്താദ് സിറാജുദ്ദീൻ ലത്തീഫ് ഉസ്താദ് അല്ലേ? അതെ. പിന്നെ ഉസ്താദിന്റെ പുതിയ എപ്പിസോഡ് കണ്ട്, ബോംബെ നാരായണന്റെ. അതില് ആ ബോംബെയിൽ റൂം അടച്ചുപൂട്ടി ഇരുന്ന് പറഞ്ഞ് മടവൂർ ശൈഖുനാനെ കുറിച്ചാണോ പറയണത്? അല്ലല്ല, വടകരായുധങ്ങളെ കുറിച്ച്. ഞാൻ അതിങ്ങനെ കുറെ ആലോചിച്ചു. വടകരായുധങ്ങളെ കുറിച്ചാണല്ലേ? ഒരു വടകരായുധങ്ങളുമായിട്ടാ ബന്ധം. അപ്പം ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയൊരു മഹാനാണല്ലോ വടകരായുധങ്ങൾ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ മടവൂർ അപ്പം മുസ്ലിം ആണല്ലോ അവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ അത് ജനങ്ങൾ അറിയട്ടെ എന്ന് ഓർത്ത് നമ്മൾ മടവൂർ ശൈഖുനാന്റെ ചരിത്രമാണ് കൂടുതലും. പിന്നെ ഓരോ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാന്മാരുടെ അനുഭവങ്ങൾ ആരെങ്കിലും പറയേണ്ട അത് എടുക്കലുണ്ട്. നല്ല ഉഷാറായിട്ടുണ്ട് അത്. അൽഹംദുലില്ലാഹ്. പിന്നെ ഞാൻ ബിസിനസ് ആണ്. നിങ്ങൾ ശൈഖുനാനെ കണ്ടിട്ടുണ്ടോ? ഞാൻ ശൈഖുനാനെ കണ്ടവരെ കണ്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഒരുപാട് ആൾക്കാർ. നിങ്ങളെക്കാട്ടി കൂടുതൽ ആര് കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ഒരു ഭാഗ്യായി. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ഞാൻ ഇപ്പോഴും യാത്രയില്ല. ഇപ്പൊ ഒരാളെ കണ്ടിട്ട് അടുത്തൊരാളത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശൈഖുനാനെ കണ്ട നിങ്ങളെ പോലുള്ള ആളുകൾ നമ്മുടെ യാത്ര ചെലവിനൊക്കെ ഒന്ന് സഹായിച്ചെന്ന വലിയ ഉപകാരം. അത്രയും ബുദ്ധിമുട്ടുള്ള ടൈറ്റുള്ളതുകൊണ്ട് ചോദിക്കും പറയുന്നത്. സാമ്പത്തിക സഹായമാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ അതെ. ഉസ്താദിന്റെ എണ്ണ അടിക്കാനും പറ്റിയ അത്രയും പ്രയാസമാണ്. അല്ല, എണ്ണ അടിക്കാനേ ഞാൻ ചോദിക്കണത്. പിന്നെ മടവൂർ ശൈഖുനാന്റെ വേറൊരു എപ്പിസോഡിൽ കണ്ടു പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിയെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആ കറാമത്തോണ്ട് പെട്രോൾ ഇല്ലാതെ ഓടിക്കൂടെ? മടവൂർ ശൈഖുനാന്റെ ഒരു കറാമത്ത് പറഞ്ഞിട്ട് പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടി അറിയണ്ടേ? അപ്പൊ മൂപ്പരെ കറാമത്ത് പ്രചരിപ്പിക്കണം. നിങ്ങളെ വണ്ടിയിൽ പെട്രോൾ ഇല്ലാതെ ഓടിക്കൂടെ കറാമത്തോണ്ട്? പെട്രോൾ ഇല്ലാണ്ട് ഓടിക്കൂടെ? മടവൂർ ശൈഖുനാന്റെ കറാമത്തോണ്ട് അങ്ങനെ കുറെ വണ്ടി അങ്ങനെ ഓടിയെന്ന് നിങ്ങൾ പറയണ്ടല്ലോ. ഓര് വിചാരിച്ചോ ഓടും. അപ്പൊ ഓരോട് വിചാരിക്കാൻ പറയും. ഇതിന് നമ്മളോട് കഞ്ചാൻ നിൽക്കുന്നുണ്ട് നിങ്ങള്. ഉളുപ്പുണ്ടെങ്കിൽ എനിക്കൊക്കെ ഈ റമദാൻ മാസം ഇറക്കാന് ഓടുന്നു ഫോൺ വെച്ച് ഓടുന്നു. അതെ അതെ അതെ. എന്നിട്ട് ഇങ്ങനെ കഞ്ചാൻ നിൽക്കുക. പിന്നെ ചാരിറ്റി മറ്റേത് മറിച്ച് തരണിട്ട് ഇങ്ങനെ എനിക്ക് വേറെ പോലെ എനിക്ക് കൂലിപ്പണിക്ക് ബംഗാളികളൊപ്പം എനിക്ക് സെൻറ്ററിങ്ങിന് പോയാൽ എനിക്ക് 1200 റുപ്യ വാങ്ങിത്തരാം. ഇങ്ങനെ മടവൂരിന്റെ മയ്യത്തും വിറ്റ് തിന്നാൻ എനിക്ക് നാണം മാനുണ്ടെങ്കിൽ എനിക്ക് അത്ര വലിപ്പിടിച്ച് അത്ര തടിണ്ട് മടവൂർ ശൈഖുനാന്റെ കറാമത്തിൽ എനിക്ക് എണ്ണക്ക് പൈസ അടിച്ചു. പച്ചവെള്ളം വെച്ചുകൊണ്ട് ഓടിക്കൂടെ വണ്ടി. പച്ചവെള്ളം വെച്ചുകൊണ്ട് ഓട്ടിക്കാളെ വണ്ടി കറാമത്തോണ്ട് ഓടുമല്ലോ വണ്ടി. തലച്ചോറ് ചേട്ട കൗമിനെ പറ്റിച്ച് നടക്കുക. ഉളുപ്പുണ്ട് എനിക്ക് അത്ര വലിപ്പുണ്ടല്ലോ ബിരുദെടുത്തുകാണ്ട്. കേട്ടില്ലേ? ഇതാണ് അക്കൗണ്ടിക്ക് പൈസ വരുന്ന കോലം. ഇതാണ് ഇപ്പൊ മടവൂരിന്റെ കറാമത്ത്. എന്നോട് ചോദിക്കണേ, മടവൂരിന്റെ കറാമത്തും തപ്പി നടക്കാന് വണ്ടിക്ക് എണ്ണ അടിക്കാൻ പൈസ വേണം, പൈസ അയച്ചു തരുമോ? അപ്പൊ ഇങ്ങനെ വിളിക്കുന്ന ആൾക്കാരോടൊക്കെ ഇവൻ ചോദിക്കും. ഇവന്റെ കുറെ പൊട്ടന്മാര് വന്ന ബുദ്ധികൾ കുറെ പൈസ അയച്ചു കൊടുക്കും. അങ്ങനെ ഇവൻ വീടുണ്ടാക്കിയത്. അതാണ് ഇവന്റെ ഉപജീവനം. അല്ല അവൻ എന്ത് ജോലി? ഇവൻ എന്താണ് ജോലി? ഒരു 5 മിനിറ്റ് മൈക്കന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ അവനെ കൊണ്ട് കഴിയൂല. പ്രസംഗിച്ചാൽ തന്നെ തപ്പിത്തടഞ്ഞ് നുള്ളിപ്പെറുക്കി എന്താണ് അവൻ പറയുന്നത് ഇവന് മനസ്സിലാവില്ല, കേട്ടുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. അക്കോലത്തിൽ അവന്റെ പ്രസംഗം ഒരു കഴിവില്ലാത്ത ഒരു പൊട്ടൻ. ഇവൻ ഇന്ന് 57 ലക്ഷം റുപ്യന്റെ വീടുണ്ടാക്കിയത് മടവൂരിന്റെ കറാമത്താന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇങ്ങനെ വിളിക്കുന്ന ആൾക്കാരോടൊക്കെ ഗൂഗിൾ പേ
പൈസ വിൽക്കുകയാണ്, ചാരിറ്റിക്ക് പൈസ, മടവൂരിന്റെ പേരിൽ അരി വിതരണം, കിറ്റ് വിതരണം, അതിന് പൈസ. എന്നിട്ട് വീഡിയോയിൽ ഗൂഗിൾ പേ നമ്പറും QR കോഡും ഒക്കെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കന്നെ. പിന്നെ പിന്നെ മടവൂരിന് കറാമത്ത് പറയാൻ വല്ല ലജ്ജ ഉണ്ടാകുമോ? പരലോകബോധം ഇല്ലെങ്കിൽ എന്ത് തോന്നിയാസം കാണിച്ചൂടെ, പറഞ്ഞൂടെ? അങ്ങനെയൊക്കെ തന്നെയല്ലേ സമസ്തയിലുള്ള തമ്പുരാക്കന്മാരും ഔലിയാക്കളും തങ്ങന്മാരും വലിയ വലിയ കൊലകൊമ്പന്മാരും ജീവിക്കണത് അല്ലേ? ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പത്തെ ട്രെൻഡ് ആ നൂറെ ഹബീബ് നാറ്റക്കോയ, ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ് ഒരു എപ്പിസോഡിൽ. ഓനൊക്കെ എങ്ങനെയാണോ പൈസ ഉണ്ടാക്കുന്നത്? എന്താ ഓൻ്റെ ക്വാളിറ്റി, എന്താ ഓൻ്റെ കോലം? ഓനൊരു ഹർഫ് വരെ ഒരു ഇൽമന്തേലുണ്ടോ? അതുപോലെ തന്നെ ഈ സാധു ജനങ്ങളെ പാറ്റിച്ചിട്ട് പൈസ പിടിങ്ങി ജീവിക്കലാണ് ഇതുപോലെയുള്ള പെന്തക്കോസ്ത് മൊല്ലമാരുടെ പരിപാടി. ഓലെ ജീവിതം എങ്ങനെയാണ്? ഇന്നിപ്പോ പരാതി പറയണ ആൾക്കാർ ഇപ്പൊ കറാമത്ത് പറഞ്ഞു കഴിഞ്ഞാല് പറയാൻ സമ്മതിക്കണില്ല. കേട്ടോളി, കറാമത്ത് പറയൽ പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം, കറാമത്ത് പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മളെ ഉപ്പാപ്പമാര് ഉമ്മാമ്മമാര് നമുക്കത് പറഞ്ഞല്ലേ, പഠിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ മുൻകാലത്തൊക്കെ നമ്മുടെ ഉസ്താദന്മാരും അതുപോലെ തന്നെ ഇവരൊക്കെ തന്നെ പറഞ്ഞില്ലേ, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ ഇങ്ങനത്തെ ഒരു പുതിയത്? അത് CM വലിയുള്ളാഹിയുടെ വിഷയം വരുമ്പോൾ, അത് കുതുബുൽ ആലമിന്റെ വിഷയം വരുമ്പോൾ, ഇത് സലഫികളെ കുറിച്ചുള്ള ആരോപണമല്ലേ ഈ പറയണത്? ഇവന്റെ കൂട്ടത്തിൽപ്പെട്ട ഖുറാഫികൾ തന്നെ ഈ വക കറാമത്ത് തള്ളിമറിക്കാൻ പാടില്ല എന്ന് സംഘടനാ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. അതാ പ്രശ്നം. നമ്മളെ പൂർവികരൊക്കെ ഇതുപോലത്തെ കറാമത്ത് പറഞ്ഞു നിൽക്കാണ്ടല്ലേ നമ്മളെ വളർത്തിയിട്ടുള്ളത്. ഇപ്പൊ എന്താ അങ്ങനെ? അത് മടവൂരിന്റെ പേരിൽ പറയാൻ പാടില്ല. കാരണം മടവൂരിന്റെ പേരിൽ ലോകത്തൊരു മനുഷ്യനെ കുറിച്ചും പറയാത്ത തോന്നിയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു അല്പമെങ്കിലും ഈമാൻ ബാക്കിയുള്ള നിങ്ങളെ സമസ്തയിൽപ്പെട്ട സാധാരണക്കാരായ അനുയായികള് നിങ്ങളെ നേതൃത്വത്തെ വിളിച്ചിട്ട് നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നിയാസാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുറത്തിറങ്ങി നടക്കാൻ വയ്യ സമസ്തക്കാരനാന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇത്തരം പുലഭ്യം പറയുന്ന മുസ്ലിയാക്കന്മാരെ നിലക്ക് നിർത്തണം എന്നുള്ളത് സംഘടനാ നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ട് അവര് തടയിട്ടത്. അതാണ് ഈ പറയണത്, അല്ല സലഫികളെ കുറിച്ചല്ല ഈ പറയണത്. ഇപ്പൊ ഒരു ഗതിയും പരഗതിയില്ല, സംഘടന പുറത്താക്കി ഈ തോന്നിയാസം പറഞ്ഞു തന്നിട്ട്. ഇപ്പൊ ഉറിയിൽ തൂങ്ങിയവന്റെ അരയിൽ തൂങ്ങി എന്ന് പറഞ്ഞ മാതിരി കുരുവട്ടൂരികൾ അരി തൂങ്ങി നടക്കണം. കുരുവട്ടൂരികളിന് അതേമാതിരി സംഘടനയിൽ നിന്ന് പുറത്തായി ഒരു ഗതിയും പരഗതിയില്ലാതെ അങ്ങനെ കിട്ടുണ്ണി സർക്കസുമാർ ഇങ്ങനെ ടിക്കറ്റ് കൊടുക്കാനും കിട്ടുണ്ണി തന്നെ, അനൗൺസ് ചെയ്യാനും കിട്ടുണ്ണി തന്നെ, സർക്കസ് കളിക്കാനും കിട്ടുണ്ണി തന്നെ, കൈയടിക്കാനും കിട്ടുണ്ണി തന്നെ എന്ന് പറഞ്ഞ മാതിരി ഈ 2-3 മുല്ലക്കുട്ടികളുണ്ടല്ലോ, ഈ നൗഷാദ് ഹസനി ഒതുക്കുങ്ങൽ, തൊഴിയൂർ സക്കാഫി, ഇവരൊക്കെ ഇങ്ങനെ നാടൊട്ടൊക്കെ ഇങ്ങനെ ഈ കിട്ടുണ്ണി സർക്കസ് കളിച്ച് നടക്കുകയാണ്. ഇവർക്ക് സംഘടനയിൽ നിന്ന് പുറത്താക്കി ഒരു ഗതിയും പരഗതിയില്ലാതെ ഇപ്പൊ പുടുത്തം കിട്ടിയ ഒരു ഉറിയാണ് ആര്? കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന കുരുവട്ടൂർ ഹാഫിള്. ആ ഉറിമ തൂങ്ങി നടക്കണം. മറ്റോ ആദ്യം തന്നെ തൂങ്ങിയിട്ടുണ്ട് ആര്? അബ്ദുസ്സമദ് അൻവരി. ഓൻ തൂങ്ങിയതിന് കാരണമുണ്ട്. കണ്ട ഓന്റെ അളിയാക്കിയാണ് മറ്റോനെ കോമാട്ട് ജാലിൽ അബ്ദുള്ള. ഈ ഹംകൾ എന്തിനു തൂങ്ങിയതാണ്? ഒരു ഗതിയില്ലാത്തതുകൊണ്ട് തൂങ്ങി. അങ്ങനെ ഈ 3 എണ്ണം ഈ കോമാട്ട് ജാലിൽ അബ്ദുള്ള എന്ന ഉറിമ തൂങ്ങി നടക്കുകയാണ്. ഓല അരമ പോയി തൂങ്ങിയപ്പം പിടിച്ചു നിൽക്കണ്ടേ, ജീവിക്കണ്ടേ, കറാമത്ത് പറഞ്ഞ് ജീവിക്കണ്ടേ? എന്നിട്ടിങ്ങനെ വിലപിക്കാണ്. ഇപ്പൊ സുന്നികൾ കറാമത്ത് പറയാൻ സമ്മതിക്കണില്ല. എടോ ലൊട്ടിലൊടുക്കായ ചോട്ടായ അന്നെ മാത്രല്ല, ഈ കറാമത്ത് പ്രചാരണത്തിന്റെ അപ്പോസ്തലനായ ഈ ഫിത്തിനക്ക് തുടക്കം കുറിച്ച ആ പകരിലെ മൊല്ലുണ്ടല്ലോ, ഓനെ വരെ ഇരുത്തേണ്ടോടത്ത് ഇരുത്തിയിട്ടുണ്ട് സലഫികൾ. മനസ്സിലായോ? സലഫികളുടെ പ്രബോധനം കൊണ്ട് കിട്ടിയതാണ് അതൊക്കെ. നിങ്ങൾ നേതൃത്വം ഇടപെടാൻ തുടങ്ങി. എന്തായിരുന്നു ഓന്റെ വിടല് പകരമൊല്ലന്റെ? ആരെന്തു പറഞ്ഞാലും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേട്ടോളി, എന്തൊക്കെയാ പറഞ്ഞുകള്? ഫോൺ ചെയ്ത് പറഞ്ഞവരുണ്ട്, നേരിട്ട് പറഞ്ഞവരുണ്ട്, മൂല്യന്മാരുണ്ട്, നാടന്മാരുണ്ട്, വലിയവരുണ്ട്, ചെറിയവരുണ്ട്, തങ്ങളുണ്ട്, നാടനുണ്ട്. ഒക്കെ ചെയ്തതെന്താ? ഞാൻ ഏറിക്കണമല്ലോ പറഞ്ഞത്. ഈ രൂപത്തിൽ ജീവിച്ചു മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ ഉപദേശം എനിക്ക് ആവശ്യമേ ഇല്ല. ഞാൻ ആ ഉപദേശത്തെ എന്തോ എനിക്ക് അത് പുച്ഛമായി തോന്നുന്നു. അത് ശരി, വെറുതെ എങ്ങനെ പറഞ്ഞതാണ് ഇതൊക്കെ? വെറുതെ ഇങ്ങനെ പറയുന്നത് വാളമൂലരായി പറയാൻ മനസ്സിലാക്കിയോന്? രേഖയുടെ അടിസ്ഥാനത്തിലല്ലാതെ മുഹമ്മദ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നിന്റെ ഒരു ഉപദേശം വലിയവനും ചെറിയവനും ആ വിഷയത്തിൽ നിന്റേന്ന് എനിക്ക് പറയണം. എങ്ങനെയുണ്ട്? സത്യങ്ങൾ പുറത്തുകൊണ്ട് വരട്ടെ. പല വലിയ ആൾക്കാരും നേതാക്കന്മാരും വണ്ടിയന്മാരും സാധാരണക്കാരും തങ്ങന്മാരും ഒക്കെ അവനെ വിളിച്ചു പറയണത്രേ, നിങ്ങൾ കുറച്ച് ഏറെയാണ് പറച്ചില്. എന്നിട്ട് അവൻ്റെ ഒരു ഭീഷണി, ആരെന്ത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇനിയും പറയും. നിങ്ങൾ ആരും ഔദാര്യങ്ങൾക്ക് ആവശ്യമില്ല. എന്നിട്ടും 2 കൊല്ലമായിട്ട് ഇവന്റെ വായിന്ന് പുതിയ കറാമത്തൊന്നും വരുന്നില്ലല്ലോ, ഒതുങ്ങിയല്ലോ. എവിടെ പകര? 2 വർഷമായിട്ട് ഈ മടവൂരിനെ കുറിച്ച് ഈ ഫിത്തന മുഴുവണ്ടാക്കി തുടക്കം കുറിച്ചത് ഇവനാണ്. ഇനിയിപ്പോ ഷവ്വാലായി, മടവൂരിന്റെ 35ാമത്തെ ചാവടിയന്തരം. ഒന്ന് പോയി പറ കറാമത്ത്, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. കറാമത്ത് പ്രചാരകരുടെ ഇമാമായ ഇവൻ വരെ ഒതുങ്ങി. എന്നിട്ടാണോ ഈ ലൊട്ടിലൊടുക്കായ ഈ മടവൂർ കാഫിലക്കാരൻ സിറാജുദ്ദീൻ ലത്തീഫി, എടോ അന്നെയും ഒതുക്കേണ്ട മാതിരി ഒതുക്കും, നിർത്തേണ്ടോടത്ത് നിർത്തും.
നിന്നെ കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കേരള മുസ്ലിങ്ങൾ പുഴുത്ത പേപ്പട്ടിയെ കല്ലെറിഞ്ഞ് ആട്ടുന്നത് പോലെ ആട്ടുന്ന കാലം അത് വിദൂരമല്ല ഇൻഷാ അല്ലാഹ്. സലഫികൾ കാണിച്ചരാ എന്താ ഇവിടെ നടക്കാൻ പോകണമെന്നുള്ളത്. അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് തൗഫീഖ് കൊണ്ട് ഞങ്ങൾ എടുത്ത പണിക്ക് ഇവിടെ ഫലം കണ്ടിട്ടുണ്ട്. നിങ്ങളെ ചർച്ച എന്താ? ഇപ്പൊ നിങ്ങളെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ച, നിങ്ങളെ ഈ കുബൂരി പെന്തക്കോസ്ത് മൊല്ലമാരടി നടക്കുന്ന ചർച്ച എന്താണെന്നറിയോ? മടവൂരിനെ കുറിച്ച് മുദബ്ബിറുൽ ആൽ എന്ന് പറയാൻ പാടുണ്ടോ ഇല്ലേന്ന്. എന്നാൽ സാധാരണക്കാരായ സമസ്തക്കാരടി നടക്കുന്ന ചർച്ച എന്താണെന്നറിയപ്പോ മടവൂര് മുദബ്ബിറുൽ ആലമാണോ അല്ലേ എന്നുള്ളതല്ല, മടവൂരിനെ കുറിച്ച് കുതുബുൽ ആൽ എന്ന് പറയാൻ പറ്റോ ഇല്ലേ എന്നുള്ളതല്ല, മടവൂര് വലിയാണോ അല്ലേ എന്നുള്ളത് പോലുമല്ല, മടവൂര് കാഫിറാണോ മുസ്ലിമാണോ എന്നുള്ള ചർച്ചയിലേക്ക് നിങ്ങളെ സാധാരണക്കാരായ സമസ്തക്കാർ എത്തിയിട്ടുണ്ട്, സലഫികൾ എത്തിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. എഴുതി വെച്ച പെന്തക്കോസ്ത് മൊല്ലമാരെ, നിങ്ങളെ മടവൂരിന്റെ ശവക്കുഴി തോണ്ടി ആ ഫോസിൽ പുറത്തെടുത്ത് ആദർശ പോസ്റ്റ്മോർട്ടം നടത്തി DNA അടക്കം മാന്തി പുറത്തിട്ടിട്ട് സലഫികൾ അടങ്ങുള്ളൂ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഈ കേരള മുസ്ലിങ്ങൾ മുഴുവനും സമസ്തന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന സാധാരണക്കാർ മുഴുവനും നിങ്ങളെപ്പോലത്തെ ഭ്രാന്തന്മാരാ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങളെ മടവൂരിനെ പോലത്തെ അല്ലെങ്കിൽ കറാമത്തും തള്ളി ജീവിക്കുന്ന ഈ മൊല്ലമാരെ പോലുള്ള ഭ്രാന്തന്മാരാണ് നിങ്ങൾ വിചാരിച്ചത്? സാധാരണക്കാർക്ക് ബോധം വെച്ചിട്ടുണ്ട്, അതിന്റെ ലക്ഷണങ്ങൾ ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് മാത്രമല്ല, നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളുടെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്നും ബിരുദമെടുത്ത സഖാഫിമാരും ഫൈസിമാരും ഹുദവിമാരും ബാക്കവിമാരും അങ്ങനെ തുടങ്ങി ഇൽമുള്ള ആളുകൾക്ക് വരെ ബോധം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ തെളിവ് നമ്മൾ പുറത്തു വിട്ട് ഞങ്ങൾ ബോധം കെട്ടുപെടും. ഒരു വിശ്വാസതയുടെ ഭാഗമായിട്ട് പുറത്തു വിടാത്ത പല കോൾ എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളൊന്ന് പറയും കറാമത്ത്, ഞങ്ങളൊന്ന് കേൾക്കട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എല്ലാ പെന്തക്കോസ്ത് മൊല്ലമാരെയും ഇരുത്തേണ്ട അടുത്ത് ഇരുത്തിയിട്ടേ സലഫികൾ അടങ്ങുള്ളൂ ഇൻഷാ അല്ലാഹ്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.